ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് ഏത് ഡിസീസിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ കാർഡിയോ വാസ്കുലർ ഡിസീസ്. അതാണ് വേൾഡ്സ് നമ്പർ 1 കില്ലർ. ദേശീയ തലത്തിൽ വരെ അംഗീകാരം നേടിയിട്ടുള്ള ഹാർട്ട് ഡിസീസ് എക്സ്പെർട്ടൈസിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന 5 ഡോക്ടേഴ്സ് മൈ ഹാർട്ട് ഹോസ്പിറ്റലിലെ CMD ആൻഡ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള 5 പേരുടെ കൂടെയാണ് ഇന്ന് നമ്മളുള്ളത്. ഡോക്ടർ അലി ഫൈസൽ, ഡോക്ടർ ആശിഷ് കുമാർ, ഡോക്ടർ ജയേഷ് ഭാസ്കരൻ, ഡോക്ടർ പ്രതാപ് കുമാർ ആൻഡ് ഡോക്ടർ അഷ്റഫ്. Cardiac care എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is not about doing angioplasty. There is a lot of different type of treatment which is structural heart disease, which Dr. Ashish is one of the pioneers in that in Kerala. ഈ ബലൂൺ ശസ്ത്രക്രിയ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പെർ ലാക്ക് പോപ്പുലേഷനിൽ കേരളത്തിൽ എത്താനായിട്ട് നമ്മളെപ്പോലെയുള്ള ആൾക്കാരുടെ 25 കൊല്ലത്തെ വിയർപ്പിന്റെ വിലയും. സ്ഥിരമായിട്ട് ഇപ്പൊ കേൾക്കുന്നതാണ് ലേസർ ആൻജിയോപ്ലാസ്റ്റി. ശരിക്കും അതെന്താണ്? പുതുതായി കേൾക്കുന്ന ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും? ഒരുവിധ ആൾക്കാർ മുഴുവൻ വന്ന് ചോദിക്കും ലേസർ ചെയ്യാൻ പറ്റും. പബ്ലിക്കിലുള്ള ഒരു കോൺസെപ്റ്റ് എല്ലാത്തും ലേസർ ചെയ്യണമെന്നില്ല, അതിന്റെ ആവശ്യമില്ല. ലേസർ വേണ്ടെന്ന് പറഞ്ഞാൽ they are not happy. So this message has to go. നമ്മുടെ കയ്യിലുണ്ട്, ഉപകരണമുണ്ട്, പക്ഷേ അത് ജുഡീഷ്യസ് ആയിരിക്കണം നമ്മുടെ യൂസ്. ആൾക്കാരുടെ വിചാരം വന്ന് ഒരു ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിലെ ബ്ലോക്ക് പോയി. ആവനാഴിയിൽ എല്ലാ അസ്ത്രങ്ങളും ഉണ്ട്, പക്ഷെ ബ്രഹ്മാസ്ത്രം എടുത്ത് പ്രയോഗിക്കുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തൊക്കെ ടെസ്റ്റുകൾ ഒരാൾ ചെയ്തിരിക്കണം? നമ്മളൊരു രക്തക്കുഴലിൽ ബ്ലോക്ക് എന്ന് പറയുന്നത് അത് ചുരുക്കാൻ ഒരു 70% കൂടുതലിന്റെ മാത്രമാണ് നമ്മൾ ബ്ലോക്ക് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി എത്രത്തോളം മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞാൽ പോലും ഇപ്പം ജിമ്മിൽ പോകുന്നവർ അല്ലെങ്കിൽ ഫിറ്റ്നസ് ഫ്രീക്ക് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ കുഴഞ്ഞു വീണിട്ട് ജിമ്മിലൊക്കെ മരണപ്പെടുന്ന വാർത്തകൾ നമ്മൾ ദിവസം കാണുന്നുണ്ട്. ശരിക്കും അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? സോ മൈ ഹാർട്ടിന്റെ പ്ലാൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡ് അലോൺ എപെക്സ് ഹാർട്ട് സെന്റർ വേർ everything in heart will be treated there. Kerala is one of the leading states in India. നമ്മൾ ഇവിടെ ചെയ്യുന്ന ഇതേ ആൻജിയോപ്ലാസ്റ്റി നമ്മൾ ബോംബെയിലോ ചെന്നൈയിലോ ഡൽഹിയിലോ ചെയ്താൽ ഇതിന്റെ 2 3 ഇരട്ടിയോ ഇതേ ആള് ചെയ്താൽ പോലും. ഇതുപോലെ തന്നെ സ്ട്രെസ് ഒരു റീസൺ അല്ലേ ഈ ഹാർട്ട് ഡിസീസസ് വരാൻ, അല്ലെ ഹാർട്ട് അറ്റാക്സ് വരാൻ? രാത്രി അധികം ആൾക്കാർ 2 മണി 3 മണിക്ക് എണീറ്റുണ്ട് ഗ്യാസ് എന്ന് പറയുമല്ലോ. രാത്രി ഗ്യാസ് മാതിരി ഉണ്ടെങ്കിൽ ഗ്യാസിന്റെ സിംറ്റം ഒരു അരമണിക്കൂറിലധികം നിൽക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ബെറ്റർ ടു ഗോ ടു ഹോസ്പിറ്റൽ. രാത്രിയിലെ സിംറ്റംസ് നെവർ ബി ഇഗ്നോർഡ്. ഏറ്റവും കൂടുതൽ ഇഗ്നോർ ചെയ്യപ്പെടുന്ന സിംറ്റംസ് രാത്രിയിലുള്ളതാണ്. അവിടെ എന്ത് പറ്റും? മക്കളെ വിളിക്കാനോ ഭാര്യയെ വിളിക്കാനോ സഹോദരങ്ങളെ വിളിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഇവരെന്തു ചെയ്യുന്ന വെച്ചാൽ ചൂടുവെള്ളം എടുക്കും. ഭാര്യയും ഭർത്താവോട് തന്നെ പ്രിപ്പയർ ചെയ്ത് ചൂടുവെള്ളം കുടിച്ചു, അത് കഴിഞ്ഞ് മാറി രാവിലെ കൊളാപ്സ് ചെയ്ത് കിടക്കുന്നതാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു വൈസ് പോഡ്കാസ്റ്റ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ താളം എന്ന് പറയുന്നത് ഒരു ഹാർട്ട് ബീറ്റ് ആണല്ലേ. ആ റീതം അല്ലെങ്കിൽ ആ താളം തകരാതിരിക്കാൻ വേണ്ടി രാവും പകലും ആ ഇരുണ്ട വഴികളിൽ നിന്ന് ആയിരങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ഒരു കൂട്ടം ഏതാനും ഡോക്ടേഴ്സിന്റെ കൂടെയാണ് ഇന്ന് നമ്മൾ ഇന്നുള്ളത്. ദേശീയ തലത്തിൽ വരെ അംഗീകാരം നേടിയിട്ടുള്ള ഹാർട്ട് ഡിസീസ് എക്സ്പെർട്ടൈസിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന 5 ഡോക്ടേഴ്സ് മൈ ഹാർട്ട് ഹോസ്പിറ്റലിലെ CMD ആൻഡ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള 5 പേരുടെ കൂടെയാണ് ഇന്ന് നമ്മളുള്ളത്. ഡോക്ടർ അലി ഫൈസൽ, ഡോക്ടർ ആശിഷ് കുമാർ, ഡോക്ടർ ജയേഷ് ഭാസ്കരൻ, ഡോക്ടർ പ്രതാപ് കുമാർ ആൻഡ് ഡോക്ടർ അഷ്റഫ്. സാർ, വെൽക്കം. വെൽക്കം സർ. സോ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ ഹാർട്ട് ഡിസീസ് സംബന്ധിച്ച് എന്ത് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ആദ്യം വരുന്ന കുറച്ച് പേരുകളാണ് ഇവരുടെയൊക്കെ. സോ ഈ ഒരു ഇൻഡസ്ട്രിയിൽ പുലികളായിട്ടുള്ള ഇവരുടെ അടുത്ത് നമ്മളൊരു കോമൺ മാൻ്റെ POVയിലാണ് നമ്മുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കാൻ പോകുന്നത്. സോ നിങ്ങളുടെ ജീവിതയാത്ര തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പോഡ്കാസ്റ്റ് ആയിരിക്കും ഇന്നത്തേത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഹാർട്ട് കെയറിൻ്റെ കാര്യത്തിൽ മൈ ഹാർട്ട് ഇപ്പോൾ ഒരുപാട് മുൻപിലാണ് നിൽക്കുന്നത്. ശരിക്കും എവിടെ നിന്നാണ് ഈ ഒരു വിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? എങ്ങനെയായിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം? മോർണിംഗ് മോർണിംഗ് സർ. Chetna. Yeah. I'm Dr. Ali, Dr. Pradap, Ashish, Jayesh, Ashraf. ഈ ഇരിക്കുന്ന ആൾക്കാരെല്ലാം മേ ബി ഒരു ലാസ്റ്റ് 25-30 ഇയേഴ്സ് ആയിട്ട് ഹാർട്ട് കെയറും കാർഡിയക് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് കേരളത്തിൽ. We all come from other states initially. And when we started off, maybe, Pradap, I'm correct, no? 25-30 years ago. We started mainly associating with other hospitals. Okay? They were all multi-specialty hospital. The concept was like that. വേറെ സ്പെഷ്യാലിറ്റി ഉള്ള ഹോസ്പിറ്റൽസിൻ്റെ കൂടെയായിരുന്നു കാർഡിയക് സെൻറ്റേഴ്സ് തുടങ്ങിയത്. അന്ന് ഒറിജിനലി ഒരു ആൻജിയോപ്ലാസ്റ്റി എന്നെല്ലാം പറഞ്ഞിട്ടാണ് തുടങ്ങിയിരുന്നത്. റൂട്ടീൻ ആൻജിയോപ്ലാസ്റ്റി സർജറീസ്. അത് കഴിഞ്ഞ് ഇപ്പം എൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ഞാൻ ആശിഷ് ജയേഷ്, ഇദ്ദേഹം പരിയാരത്തായിരുന്നു. പരിയാരത്തിന് പിന്നെ he started his own set of cardiac centers. So we started off here in
well-known hospital called MIMS. We were instrumental in setting up the cardiac unit there. Then we moved to another hospital. Then when we came out, we felt that അതായത് ഒരു ഫോക്കസ്ഡ് കാർഡിയക് കെയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓൾ എൻകംപാസിംഗ് എന്ന് പറയും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഉള്ളൊരു കാർഡിയക് സെൻറ്റർ, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലേക്കാണ് ഞങ്ങൾ വന്നത്. അപ്പം ഈ ഇരിക്കുന്ന ആൾക്കാരുടെ ഇയർ എക്സ്പീരിയൻസും അവരെ വിസ്ഡം എല്ലാം കൂടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. സോ മൈ ഹാർട്ടിൻ്റെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡ് അലോൺ ഒരു എപെക്സ് ഹാർട്ട് സെൻറ്റർ വേർ എവറിത്തിങ് ഇൻ ഹാർട്ട് വിൽ ബി ട്രീറ്റഡ് ദർ. സോ ആ ഒരു കോൺസെപ്റ്റിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ആൻഡ് ഇനീഷ്യലി വി ആർ നൗ വർക്കിംഗ് ഇൻ സ്റ്റാർ കെയർ, ഒരു യൂണിറ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഹൈ ക്വാളിറ്റി വർക്ക് ഇസ് ബീങ് ഡൺ. കാർഡിയക് കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ഡൂയിങ് ആൻജിയോപ്ലാസ്റ്റി. There is a lot of different type of treatment, which is structural heart disease, which Dr. Ashish is one of the pioneers in that in Kerala. So that is a concept. And then the surgical side, the surgical team is also there. എല്ലാം കൂടെ ഉള്ളൊരു കോംപ്രിഹെൻസീവ് ഹാർട്ട് സെൻറ്റർ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് മൈ ഹാർട്ട് വന്നിട്ടുള്ളത്. ഇനീഷ്യലി കോഴിക്കോട്, ദെൻ വിൽ സി ഹൗ ഇറ്റ് ഗോസ്. ഈ 25 അല്ലെങ്കിൽ 30 ഇയേഴ്സോളം എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം ഈ ഒരു കാലയളവിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് സാർ എക്സാക്ട്ലി ഈ ഒരു കാർഡിയോളജി റിലേറ്റഡ് അല്ലെങ്കിൽ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടൊക്കെ ഈ ഒരു ഏരിയയിൽ വന്നിട്ടുള്ളത്? A lot of changes. If you say that most of us started in late 90s, 95, like a cardiac treatment start ചെയ്തിട്ടുള്ളത്. അപ്പം അന്ന് വി ആർ കാർഡിയോളജിസ്റ്റ്. സോ കാർഡിയോളജിസ്റ്റും കാർഡിയക് സർജനും കൂടിയിട്ട് ഒരു കാർഡിയക് യൂണിറ്റ് ആവുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് സ്റ്റാൻഡ് അലോൺ. രണ്ടാൾക്കും സെപ്പറേറ്റ് ആയിട്ട് ഒരു എക്സിസ്റ്റൻസ് ഇല്ല നല്ലൊരു സെൻറ്റർ ആണെങ്കിൽ. അപ്പോൾ ആ കാലത്ത് ഇഫ് യു സീ ദ സ്റ്റാറ്റിസ്റ്റിക്സ്, മെജോറിറ്റി ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, തെറപ്പി വാസ് സർജിക്കൽ. ഒരു റഫ് എസ്റ്റിമേറ്റ് നോക്കുകയാണെങ്കിൽ ഞങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു 10-20-30% മാക്സിമം ഈ ഇൻ്റർവെൻഷണൽ കാർഡിയോളജി പറഞ്ഞാൽ കാർഡിയോളജിസ്റ്റ് കാലിൽ കൂടെ കൈ കൂടെയും പോയിട്ട് ബ്ലോക്കുകൾ നീക്കുക, ബലൂൺ വെച്ച് വാൾവ് തുറക്കാതെ അങ്ങനത്തെ ചികിത്സകൾ മെജോറിറ്റി വാസ് ഡൺ ബൈ ദ കാർഡിയക് സർജൻസ്. നമ്മളിപ്പോൾ ആൻജിയോപ്ലാസ്റ്റി കുറച്ച് ടേംസ് പറഞ്ഞു. ഇതേപോലെ തന്നെ സ്ഥിരമായിട്ട് ഇപ്പോൾ കേൾക്കുന്നതാണ് ലേസർ ആൻജിയോപ്ലാസ്റ്റി. ശരിക്കും അതെന്താണ്? പുതുതായി കേൾക്കുന്ന ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും? ലേസർ ആൻജിയോപ്ലാസ്റ്റി ഒരു ടെക്നോളജി. ആൻജിയോപ്ലാസ്റ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത് ബ്ലോക്കിനെ മാറ്റുന്ന ചികിത്സാ രീതിയാണ്. ഇത് നമ്മൾ മറ്റേ ഐ ലേസേഴ്സ് ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൊരു ടെക്നോളജിയാണ്. അതെ, ലേസർ പല തരത്തിലുള്ള പല ഫ്രീക്വൻസിയിലുള്ള എനർജി കൊടുക്കുന്ന ലേസർ പല ഭാഗത്തും ശരീരഭാഗത്ത്, കണ്ണിൽ താങ്കൾ പറഞ്ഞ മാതിരിയുണ്ട്. ചിലവർ പൈൽസിൻ്റെ സർജറിക്ക് യൂസ് ചെയ്യുന്നവരുണ്ട്, പ്രോസ്റ്റേറ്റ് സർജറി യൂസ് ചെയ്യുന്നവരുണ്ട്, വെരിക്കോസ് വെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതെല്ലാം പല ഫ്രീക്വൻസിയിലുള്ള ലേസേഴ്സിന് പല പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഹാർട്ടിൽ എന്താണെന്ന് വെച്ചാൽ കാൽഷ്യം ഡെപ്പോസിറ്റ്സ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പണ്ടൊക്കെ ഇപ്പോൾ ഡോക്ടർ അലിയും ഡോക്ടർ പ്രതാപൊക്കെ പറഞ്ഞ മാതിരി പണ്ട് സർജറി അതായത് ബൈപ്പാസ് സർജറിക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, എസ്പെഷ്യലി കാൽസിഫിക് ബ്ലോക്സ് ആണ്. പിന്നീട് ഈ കാൽഷ്യം മാറ്റാൻ, അതായത് കാൽസിഫിക് ആയിട്ടുള്ള ബ്ലോക്കുകളെ അത് ബലൂൺ കൊണ്ട് മാത്രം ചികിത്സിച്ചാൽ മതിയാവില്ല എന്നുള്ള നമ്മുടെ ഒരു അറിവ് നമുക്ക് കിട്ടിയതിന് ശേഷം പല ചികിത്സാ രീതികൾ വന്നു കാൽഷ്യം മാറ്റാനായിട്ട്. അതാണ് പല തരത്തിലുള്ള ബലൂൺ, ഹൈ പ്രഷറിൽ പോകുന്ന ബലൂൺസ്, കട്ടിംഗ് ബലൂൺസ്, അതായത് ഈ ബ്ലേഡൊക്കെ ഉള്ള ബലൂൺസ്, പ്രത്യേക തരം ബലൂണുകൾ. പിന്നെ റോട്ടാബ്ലേഷൻ എന്ന് പറയും, ഡ്രില്ല് തരത്തിലുള്ള ചികിത്സാ രീതി. അതുപോലെ തന്നെ ഒരു ചികിത്സാ രീതിയാണ് ഈ ലേസർ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ലേസർ ആൻജിയോപ്ലാസ്റ്റി എന്ന് മാത്രം പറയുന്നതിൽ ഒരു ശരിയായ ഒരു ടെർമിനോളജി അല്ലാതെ കാൽഷ്യം മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജി മാത്രമാണ് ലേസർ. ബേസിക്കലി മൈ ഹാർട്ട് കൺസെപ്റ്റ് എന്ന് പറയുന്ന യുണീക്ക് കൺസെപ്റ്റാണ്. എക്സ്ക്ലൂസീവ് കാർഡിയക് പ്രൊസീജിയർ ചെയ്യുന്ന എക്സ്പീരിയൻസ് ഹാൻഡ്സിൽ ഒരു 20-30 ഇയേഴ്സ് പറയുമ്പോൾ 30 ഇയേഴ്സ് ഡോക്ടർ അലി ഫൈസൽ ആൻഡ് ഡോക്ടർ പ്രതാപ് കുമാർ, അവർക്ക് 30 or 28 ഇയേഴ്സ് വിൽ ബി ഡോക്ടർ അശ് കുമാർ, പ്രോബ്ലി
ഞാനും ജയേഷും 20 നമ്മളെ years. കണ്ട വയസ്സന്മാരെന്ന് അങ്ങനെ തോന്നിയില്ലേ? പക്ഷെ അതുകൊണ്ടാണ് ഡൈ ഇല്ലാത്ത ആൾക്കാരാണ് ചിലരൊക്കെ. അതുകൊണ്ടാണ് ആശിഷ് മാത്രം ഡൈ. ബേസിക്കലി ജനങ്ങൾക്ക് മാത്രം ഇൻട്രസ്റ്റ് ഉള്ള സ്ഥലമല്ല, ഈവൻ കാർഡിയോളജിസ്റ്റിന് പോലും ഇൻട്രസ്റ്റ് ഉള്ള സ്ഥലമാണ് മൈ ഹാർട്ട്. വൈ സോ? ബിക്കോസ് ഇന്ത്യയിലുള്ള വേൾഡ് ഓവറിൽ ഒരു നമ്മുടെ കാർഡിയോളജിയിൽ സാധാരണ ആൻജിയോപ്ലാസ്റ്റി എല്ലാവരും ചെയ്യും. പക്ഷെ നമ്മുടെ കൺസെപ്റ്റ് ആർക്കും ചെയ്യാൻ പറ്റാത്ത കേസുകൾ, യുണീക്ക് ആയിട്ടുള്ള കേസുകൾ, പിന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടാന്ന് പറയും മലയാളത്തിൽ, അതേപോലെ ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒഴിവാക്കുന്ന കേസുകൾ, അതിനുവേണ്ടിയുള്ള ഒരു അൾട്ടിമേറ്റ് സെന്റർ എന്ന രീതിയിലാണ്. സോ ദ എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. ട്രിപ്പിൾ എമ്മിലൊക്കെ ഒരുപാട് വർഷം വർക്ക് ചെയ്ത് 30-40 years ആയി ഡോക്ടർ അലി ഫൈസൽ. സോ ഈ ഫ്രം ഹിസ് ഗൈഡൻസ് ഇനിഷ്യേറ്റ് ചെയ്താൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് നീക്കാൻ പറ്റും, അതായത് ക്രോണിക് ടോട്ടൽ ഒക്ലൂഷൻ എന്ന് പറയും, ഒഴിവാക്കാൻ പറ്റാത്ത. അത് അതാണ് മാക്സിമം സർജറിക്ക് പോകുന്നത്. സോ ദാറ്റ് ഇസ് എ പയനിയർ ഡോക്ടർ പ്രതാപ് കുമാർ ഉണ്ട്. പിന്നെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പൊതുവെ കാർഡിയോളജിസ്റ്റിന് പൊതുവെ സ്ട്രക്ചറൽ പാർട്ട്, അതായത് വാൽവും മറ്റുള്ള എക്സ്ക്ലൂസീവ് കാർഡിയക് സർജറി പാർട്ടാണ്. അതിന് ഒരു അഡീഷണൽ അല്ലാതെ അതുകൊണ്ട് അഷ്റഫ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മൾ ഹൃദയത്തിനകത്തെ രക്തധമനികൾ എന്ന് വെച്ചാൽ ഹൃദയത്തിന്റെ പുറത്തുള്ള രക്തക്കുഴലുകൾ വഴി രക്തം മാംസപേശികളിൽ എത്തുന്നതാണ്. പക്ഷെ ഹൃദയത്തിന് 4 അറകളുണ്ട്. ഈ 4 അറകളും അതിനകത്തുള്ള മാംസപേശികളും അതിനെ കണക്ട് ചെയ്യുന്ന ഭിത്തികളെയാണ് നമ്മൾ ഈ സ്ട്രക്ചറൽ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഭിത്തിക്കകത്തുള്ള സാധനങ്ങൾ, ഈ ഭിത്തിക്കകത്തുള്ള സാധനങ്ങൾ അത് വാൽവാകാം, ഭിത്തിയാകാം. ഇവിടെയുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്നതാണ് സ്ട്രക്ചറൽ എന്ന വാക്ക്. അതിന് ഇനി പറഞ്ഞു. അപ്പൊ അതില് പയനിയർ ആയിട്ട് ഡോക്ടർ ആശിഷ് കുമാർ, നോട്ട് ഇൻ സൗത്ത് ഇന്ത്യ ബട്ട് ഹീസ് വെൽ നോൺ ടു ദ ഓൾ ഇന്ത്യ. പെർ കേസിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നെറ്റിൽ ടൈപ്പ് ചെയ്താൽ കിട്ടില്ല, ബിക്കോസ് ഇറ്റ്സ് എ സൈലന്റ് കില്ല്. നമ്മൾ പറയത്തില്ലേ മാഷെ, നമ്മള് ചില നേതാക്കന്മാരെ ഇവരെ ഇവിടെ കാണാം, നമ്മൾ നെറ്റ് സെർച്ച് ചെയ്ത് കണ്ടില്ല, ഇവരെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടില്ല. ഇവർ ജനങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് ജീവിക്കുന്നത്. ഇദ്ദേഹം സത്യത്തിലുണ്ടല്ലോ രോഗികളുമായും വാൽവുകളുമായും മാത്രം ബന്ധപ്പെടുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് പുറത്ത് കാണാൻ പറ്റാതായി. അവിടെയാണ് ഓൺലൈനിലല്ല, ഓൺലൈനിലും ഇല്ല, ബേസിക്കലി ഓഫ്ലൈനിലും. അടുത്തത് കോംപ്ലക്സ് പ്രൊസീജിയേഴ്സ്, ലെഫ്റ്റ് മെയിൻ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ലെഫ്റ്റ് മെയിൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിന്റെ മാസ്റ്ററാണ് ഡോക്ടർ ജയേഷ്. ലെഫ്റ്റ് മെയിൻ മാത്രമല്ല, ടോട്ടൽ ഒക്ലൂഷൻ എല്ലാം കൊണ്ട് മാസ്റ്റർ ഓഫ് ഓൾ ഇന്റർവെൻഷൻ. അല്ല, പക്ഷെ ലെഫ്റ്റ് മെയിൻ എന്തെന്ന് വെച്ചാൽ നമ്മളെ ഹൃദയത്തിനകത്ത് 85% രക്തവും കൊടുക്കുന്നത് ഇടതുവശത്തെ പ്രധാനപ്പെട്ട രക്തധമനിയായ ലെഫ്റ്റ് മെയിൻ പ്ലസ്. ലെഫ്റ്റ് മെയിൻ എന്ന് പറഞ്ഞപ്പോൾ അലി പറഞ്ഞ കണക്ക് ഇപ്പൊ CTO ഞാൻ ചെയ്യുന്ന കണക്ക് അതിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബൈപ്പാസിന് പോകുന്നത്. ഇതുപോലെ തന്നെ പ്രധാനമാണ് ഇടതുവശത്തെ പ്രധാനപ്പെട്ട രക്തധമനിക്കകത്ത് അടവുകളോ കാൽഷ്യമോ നിറഞ്ഞാൽ എഴുതുന്നതിന് മുമ്പ് പണ്ടൊക്കെ നമ്മളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പേഷ്യന്റിന് നേരെ കാത്ത് ലാബിൽ നിന്ന് നേരെ സർജറി തിയേറ്ററിനകത്തോളം കയറ്റും, പിന്നെ സർജന്റെ കാല് പിടിച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ഇപ്പം നമ്മൾ അങ്ങനല്ല, ഇവരെ അവിടെ നിന്ന് വിടത്തേയില്ല, അവിടെ വെച്ച് തന്നെ ട്രീറ്റ് ചെയ്ത് സുഖമാക്കി അടുത്ത ദിവസം പേഷ്യന്റിനെ പറഞ്ഞയക്കുന്ന ഒരവസ്ഥയാണ്. ഇത് രണ്ടും വ്യത്യാസമാണ്. അപ്പൊ ലെഫ്റ്റ് മെയിൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊരു ഡ്രെഡിനാണ്, അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അയ്യോ സർജനെ വിളിക്കുക, അത് മാറി. അതാണ് ജയേഷ് കൈകാര്യം. സോ ബേസിക്കലി ഒരു ടോട്ടൽ കാർഡിയക് സൊല്യൂഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളവരും. സോ റാദർ എവറി കാർഡിയോളജിസ്റ്റ് വാണ്ട് ടു അസോസിയേറ്റ് ദാറ്റ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഐ ആം ടേക്കിംഗ് എവറി ഡേ ഇസ് എ ന്യൂ ചാപ്റ്റർ ഫോർ മീ. അതായത് പുതിയ എക്സ്പീരിയൻസ്. കാരണം ഇവരെല്ലാവരും ദ എക്സ്പീരിയൻസ് മാറ്റേഴ്സ്, ദ വാൽ, ക്രോണിക് ടോട്ടൽ ഒക്ലൂഷൻ, ദ കൊറോണറീസ് ആൻഡ് പെരിഫറൽസ്. പെരിഫറൽ നമ്മുടെ കാലും എല്ലാത്ത രീതിയിൽ ധമനികളുടെ. സോ if you ask any cardiologist in Kerala or even outside Kerala, they will talk for us. അതായത് നമ്മൾ ഇതൊരു ന്യൂ കൺസെപ്റ്റ് ആണ്. സോ ദിസ് എ ന്യൂ കൺസെപ്റ്റ്. നിങ്ങൾക്ക് അങ്ങനത്തെ കൺസെപ്റ്റ് ഇന്ത്യയിൽ കിട്ടുകയേ ചെയ്യില്ല. സോ കോൺസെപ്റ്റ് ഡ്രിവൺ, ഞാൻ പറയാൻ വിട്ടുപോയി, ഡ്രിവൺ ബൈ കാർഡിയോളജിസ്റ്റ്. The My Heart concept is driven by cardiologists because over the last 30 years we have made a lot of mistakes. It's not that we have been perfect, no. ആ മിസ്റ്റേക്സ് എല്ലാം എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഒരു നല്ലൊരു കാർഡിയക് തെറപ്പി ഈ ഏരിയയിൽ കേരളത്തിൽ കൊടുക്കാമെന്നുള്ള ഒരുവിധം ഐഡിയ വെച്ചിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ആത്മകഥയിൽ നമ്മൾ പഴയ കഥകൾ എഴുതി മരിക്കുന്നതിന് മുമ്പ് ബുക്ക് എഴുതി നിങ്ങളെ മുമ്പിൽ റിലീസ് ചെയ്യുന്നതിന് പകരം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ എങ്ങനെ കറക്റ്റീവ് ചികിത്സ സാധാരണ ജനങ്ങളിൽ എത്തിക്കാമെന്നും ഞങ്ങൾ കൂട്ടായ്മയിലൂടെ ചികിത്സ മാത്രം കൊടുക്കുകയല്ല, ഒരു പറ്റം ഹൃദ്രോഗ വിദഗ്ധരെ ഞങ്ങളെ കൂടെ കൊണ്ടുവന്ന് അവരെയും കൂടെ ട്രെയിൻ ചെയ്ത് അവരെ നമ്മുടെ വഴിയിലാക്കി നാളത്തെ സമൂഹത്തിൽ മുഴുവൻ പേർക്കും. ഞാൻ 10 പേരെ ചികിത്സിച്ചാൽ, ഞാൻ 10 പേരെ ട്രെയിൻ ചെയ്താൽ ആ 10 പേർ 100 പേരിലെത്തിയാൽ ഞാൻ ചികിത്സിക്കുന്നത് 1000 പേരിലാണ്. ഈ 1000 പേരിലെത്തിക്കാനാണ് അഷ്റഫ് പറഞ്ഞെത്തിയത്. ഞങ്ങൾ ചികിത്സ കൊടുക്കുക മാത്രമല്ല, ചികിത്സ മറ്റുള്ളവരെ
പരിശീലിപ്പിച്ച് അവരിലൂടെ ചികിത്സ സാധാരണക്കാരിൽ എത്തിക്കാനുള്ള ശ്രമമാണ് മൈ ഹാർട്ട്. ബേസിക്കലി ഇതൊരു സിസ്റ്റം ആണെന്ന് തോന്നുന്നു. അതെ. അതായത് നിങ്ങൾ It's a 30 concept. വർഷത്തോളം നിങ്ങൾ It's a concept. ഓക്കെ, നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങൾ റെക്ടിഫൈ ചെയ്ത മിസ്റ്റേക്സും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കൊളാബ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് മൈ ഹാർട്ട് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. Yes. സോ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. എന്താണ് ഇപ്പോൾ ഡോക്ടർ അലി പറഞ്ഞ മാതിരി നമ്മൾ വി ഓൾ സ്ട്രൈവ് ഫോർ പെർഫെക്ഷൻ. എന്ത് കാര്യം ചെയ്യുന്നതിലും ഒരു പെർഫെക്ഷൻ അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പം നേരത്തെ മാഡം ചോദിച്ച മാതിരി, ചൈതന്യ ചോദിച്ച മാതിരിയുള്ള നമ്മുടെ ലേസർ എന്താണ് നമുക്ക് മനസ്സിലായി. ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക്, ചെറിയ ശതമാനം, അതിപ്പോൾ 5% ആവാം, 10% താഴെ ആവാം, അവർക്ക് ലേസർ ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഓരോ പേഷ്യൻറ്റിനും നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഔട്ട്കം എങ്ങനെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നേരത്തെ അഷ്റഫ് വിശദീകരിച്ച് തന്നമാതിരി നോക്കുമ്പോൾ ഈ ക്രോണിക് ഒക്ലൂഷൻസ്, അതായത് അത് അടഞ്ഞു കിടക്കുന്ന, കാലങ്ങളായി അടഞ്ഞു കിടക്കുന്ന ബ്ലോക്സ്, അത് എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യുന്നതാണ്, പല കാർഡിയോളജിസ്റ്റും. അതിൽ ഇന്ത്യയിലെ ഇത്ര അധികം സക്സസ് റേറ്റ് ഉള്ള വേറൊരു കാർഡിയോളജിസ്റ്റ് ഇല്ല, അപ്പോൾ പ്രതാപ് കുമാർ അല്ലാതെ. അതുകൊണ്ടാണ് അദ്ദേഹം ഓൾസോ നമ്മുടെ പാർട്ടാണ്. സിമിലർലി ഓരോരുത്തരുടെയും എക്സ്പെർട്ടീസ് ഓരോ ഏരിയയിലാണ്. അപ്പം നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, ഒരു കാർഡിയോളജിസ്റ്റിന് അല്ലെങ്കിൽ ഒരു കൂട്ടം കാർഡിയോളജിസ്റ്റിന് കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അത് എല്ലായ്പ്പോഴും പൂർണ്ണതയിൽ എത്തിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്തത് ഓരോ ഏരിയയിലും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഏറ്റവും പെർഫെക്റ്റ് അല്ലെങ്കിൽ പെർഫെക്ഷൻ ലെവലിൽ എത്തിയിട്ടുള്ള കാർഡിയോളജിസ്റ്റുകൾ ഒത്തുചേർന്ന് ഏറ്റവും ബെസ്റ്റ് ഔട്ട്കം പേഷ്യൻസിന് കൊടുക്കുക. അത് നമ്മുടെ കടമയാണ്. ഡോക്ടർ അലിയും ഡോക്ടർ പ്രതാപും പറഞ്ഞ പോലെ നമ്മൾ പണ്ട് ഞാനൊരു 20 years മുമ്പ് പ്രാക്ടീസ് കാലിക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഓൾമോസ്റ്റ് 1/3 പേഷ്യൻസ് ആൻജിയോഗ്രാം, ഒരു ദിവസത്തെ ആൻജിയോഗ്രാം ലിസ്റ്റിലുള്ള 1/3 പേഷ്യൻസ് സർജറിക്ക് പോകും. 1/3 പേഷ്യൻസ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആയിരിക്കും, അവർക്ക് മരുന്നുകൾ മതി. 1/3 പേഷ്യൻസിൽ താഴെ മാത്രമേ ആൻജിയോപ്ലാസ്റ്റിക്ക് പോകാറുള്ളൂ. ഇന്ന് നമ്മൾ ഒരു 10 പേഷ്യൻറ്റിന് ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ 1-2 പേഷ്യൻസ് മാത്രമേ സർജറി ആവശ്യമുള്ളത് ഉണ്ടാവുള്ളൂ. അറൗണ്ട് 80% ആൻജിയോപ്ലാസ്റ്റിയാണ്, അറൗണ്ട് 10% മെഡിക്കൽ ട്രീറ്റ്മെന്റ്. ഈ 10% മെഡിക്കൽ ട്രീറ്റ്മെന്റ് പെർസെൻറ്റേജ് കുറയാൻ കാരണം നമ്മൾ എല്ലാവർക്കും പിടിച്ച് സ്റ്റെൻഡ് ഇടുന്നതുകൊണ്ടല്ല, നമ്മൾ ഈ പ്രീ പ്രൊസീജിയർ ഇവാലുവേഷൻ ഉണ്ടല്ലോ, അത് മോർ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾക്ക് ഒരുപാട് മീൻസ് ഉണ്ട്. നമ്മൾ കാൽഷ്യം സ്കോറിങ് അല്ലെങ്കിൽ CT, കൊറോണറി ആൻജിയോഗ്രാം, ഇങ്ങനെ പല സ്ക്രീനിങ് ടെസ്റ്റുകളും ചെയ്തതിന് ശേഷം കൂടുതൽ സെലക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുന്നത്. മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ട പല പേഷ്യൻസും അതിന് മുമ്പ് തന്നെ, അതായത് ആൻജിയോഗ്രാം ടേബിളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്തിട്ട് ആ ഡയറക്ഷനിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ലോ റിസ്ക് പേഷ്യൻസ് നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. സോ മച്ച് സോ ദാറ്റ് ഇന്നത്തെ ഒരു കാത്ത് ലാബിന്റെ ക്വാളിറ്റി അസസ്മെന്റിൽ ഈ നീഡ് ഫോർ അല്ലെങ്കിൽ നോർമൽ കൊറോണറി ആൻജിയോഗ്രാം വന്നിട്ടുള്ള പേഷ്യൻ്റെ നമ്പർ മനസ്സിലായില്ലേ, അത് നമ്മൾ ഈ പ്രോപ്പറായി ടെസ്റ്റ് ചെയ്തിട്ടുള്ള പേഷ്യൻസിൽ നോർമൽ ആൻജിയോഗ്രാം വരുന്ന പേഷ്യൻ്റെ നമ്പർ ലോ ആയിരിക്കണം എന്നാണ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. മനസ്സിലായി. സോ ജയ് സാർ, ഇപ്പം മെനി പീപ്പിൾ തിങ്ക് ലേസർ ആൻജിയോപ്ലാസ്റ്റി ഈസ് ന്യൂ ആക്ച്വലി. സോ ആക്ച്വലി അതൊരു മിത്തല്ലേ ഇത് സാർ പറയണ്ട? 20 വർഷം മുന്നേ സമയത്ത് 93 ഫസ്റ്റ് ലേസർ ആൻജിയോപ്ലാസ്റ്റി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ 93 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പക്ഷെ അത് ഒരു ഇൻഡസ്ട്രിയൽ ലേസർ മോഡിഫൈ ചെയ്തിട്ട് ഒരു കാർഡിയാക് യൂസിന് വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു, എക്സ്ട്രീമൽ ലേസർ ആൻജിയോപ്ലാസ്റ്റി. അപ്പോൾ ഈ എക്സ്ട്രീമൽ ലേസർ ആദ്യത്തെ ഇനീഷ്യൽ വെരി പവർഫുൾ ലേസറാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കാരണം കോംപ്ലിക്കേഷൻ റേറ്റ് കൂടുതലായിരുന്നു. പെർഫറേഷൻ, ഞാൻ 2010 ജപ്പാനിൽ പോയ വർക്ക്ഷോപ്പിലൊക്കെ അറ്റൻഡ് ചെയ്ത സമയത്ത് 1/3 പേഷ്യൻസിന് മേജർ കോംപ്ലിക്കേഷൻസ് കണ്ടിട്ടുണ്ട്. അത് കാരണം അത് അൺപോപ്പുലർ ആയി മാറി. അത് കഴിഞ്ഞ് പുതിയ വെർഷൻ ലേസർ, ലോവർ പവറും കൊറോണറിക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്ത ലേസറാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ പുതുതായിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ലേസർ നെക്സൈമർ ലേസർ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷനാണ്. അതായത് മെഷീൻ ഓൺ ആക്കി കഴിഞ്ഞാൽ വിത്തിൻ ഒരു ഫ്യൂ സെക്കൻഡ്സ് തന്നെ നമുക്ക് ലേസർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലെ കോംപ്ലിക്കേഷൻ റേറ്റ് വെരി ലോ ആണ്, എക്സ്ട്രീംലി ലോ. നമ്മുടെ നോർമൽ ബലൂൺ ആൻജിയോപ്ലാസ്റ്റിയുടെ എക്വിവാലന്റ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ റേറ്റ് ഉള്ള ആൾക്കാർ സ്ക്രീനിലേക്ക് ലേസർ അടിച്ച് കാണിക്കുമ്പോഴേ നമ്മൾ പേടിച്ചോടത്തില്ലേ, ആ ലേസർ ലൈറ്റ് എങ്ങനെ ആരോഗ്യപരമായ രീതിയിൽ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ്. നമ്മൾ ഈ റൊട്ടേഷണൽ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്, റൊട്ടേഷണൽ അത്തറക്ടമി എന്ന് പറയുന്ന സംഭവമുണ്ട്. സ്റ്റെൻഡ് ഇടുന്നതിന് മുമ്പ് ആദ്യം തുടങ്ങി, പിന്നെ അത്
അതിനകത്തുണ്ടായ കോംപ്ലിക്കേഷൻ കണ്ട് സ്റ്റോപ്പ് ചെയ്തു. ഇന്നത് കോമൺ ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അതാണ് ജയേഷ് പറഞ്ഞത്. ജയേഷ് സാർ, അത് ആ ഒരു കൺവേർഷൻ വന്നതിന് ശേഷമാണ് ശരിക്കും ഇത് ഇത്രയും പോപ്പുലർ. തീർച്ചയായിട്ടും. ഇതുപോലെ ലേസർ ആൻജിയോപ്ലാസ്റ്റി പോലെ വേറെ ഏതൊക്കെ മൊഡാലിറ്റീസ് ആണ് അല്ലെങ്കിൽ വേറെ ഏതൊക്കെ ടെക്നോളജീസ് ആണ് ഇപ്പം നമ്മൾ കാൽഷ്യം മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കൺവെൻഷനൽ ആയിട്ട് കട്ടിംഗ് ബലൂൺ കാൽസ്യം മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ഈ വെസൽ വാളിൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ബ്ലോക്കുകൾ, നമ്മൾ ഈ തുടക്കത്തിലുള്ള അത്രോസ്ക്ലോട്ടിക് പ്ലാക്കുകൾ ഉണ്ടല്ലോ, കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന, അതിനകത്ത് കാൽഷ്യം ഡെപ്പോസിറ്റ് വന്ന് നമുക്ക് തുറക്കാൻ പറ്റാത്ത, ബലൂൺ വീർപ്പിച്ചാൽ തുറക്കാൻ പറ്റാത്ത ലെവലിൽ ഹാർഡായിട്ടുള്ള ബ്ലോക്കുകൾ ഉണ്ടാവും. അതാണ് നമ്മളുടെ ഇനീഷ്യൽ പണ്ടത്തെ കാലത്ത് ബൈപ്പാസിന് പോയിക്കൊണ്ടിരുന്ന ഒരു മേജർ ഒരു പാർട്ട്. ഈ കാൽഷ്യം ട്രീറ്റ്മെന്റിന് പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ സർജറിക്ക് വിട്ടുകൊണ്ടിരുന്നത്. പുതിയ മൊഡാലിറ്റീസിൽ നമ്മളിപ്പോൾ ഇനീഷ്യലി കട്ടിംഗ് ബലൂൺ വന്നു. ഈ കാൽഷ്യത്തിന് മുകളിൽ ബ്ലേഡ് പോലത്തെ ഉള്ള ബലൂൺ വെച്ചിട്ട് നമ്മൾ വീർപ്പിച്ച് സ്കോർ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് കാൽഷ്യം വികസിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് റോട്ടാബ്ലേഷൻ വന്നു. റോട്ടാബ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 1.5-2 lakh RPM റൊട്ടേറ്റ് ചെയ്യുന്ന ഡയമണ്ട് കോട്ടഡ് ബർ വെച്ചിട്ട് കാൽഷ്യം കട്ട് ചെയ്യുന്നത്. അതിൽ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു ഓൾമോസ്റ്റ് 15 years ആയിട്ട് നമ്മൾ ഈ റോട്ട ചെയ്യുന്നുണ്ട്, റുട്ടീനായിട്ട് റോട്ട പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. റോട്ടയിൽ മെജോറിറ്റി കാൽഷ്യം കേസുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. സ്റ്റിൽ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് നമുക്ക് പറ്റാത്തതുണ്ട്. ഇപ്പോൾ റോട്ടയുടെ സിമിലർ ആയിട്ട് തന്നെ ഓർബിറ്റൽ അഥറക്ടീവ് എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി വന്നിട്ടുണ്ട്. വലിയ രക്തക്കുഴലുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റോട്ട തന്നെ ആയിട്ട് രണ്ട് സൈഡിൽ മൂവ് ചെയ്യാം. അതെ, രണ്ട് സൈഡ് അങ്ങോട്ട് മാത്രം, ഇതിപ്പോ ഇങ്ങോട്ട് മൂവ് ചെയ്യാം. ഓർബിറ്റൽ അഥറക്ടീവ്. അപ്പൊ കാൽഷ്യം നൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ റോട്ട കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റാത്ത കാൽഷ്യം, ചങ്കായിട്ടുള്ള കാൽഷ്യം ഒക്കെ നമുക്ക് ഈ ഓർബിറ്റൽ അഥറക്ടീവ് വേണ്ടി ചെയ്യാം. രക്തധമനിക്കകത്ത് ഒരു സൈഡിൽ മാത്രം മുഴച്ചു നിൽക്കുന്ന കാൽഷ്യത്തിനെയാണ് പറയുന്നത് നൊഡ്യൂൾ എന്ന് പറഞ്ഞത്. മുഴച്ചു നിൽക്കുന്നത്. പിന്നീട് ഒരു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ ലിത്തോട്രിപ്സി, നമ്മുടെ കിഡ്നി സ്റ്റോൺ പൊടിക്കുന്ന അതേ ടെക്നിക്ക്, അൾട്രാസൗണ്ട് ടെക്നിക്ക്, അതൊരു ബലൂണിന്റെ മുകളിൽ ചെയ്തിട്ട് ഹാർട്ടിനകത്ത് രക്തക്കുഴലിനകത്ത് പൊടിക്കാൻ പറ്റും. അത് റിലേറ്റീവ്ലി സിമ്പിൾ ആണ്, സേഫ് ആണ്, ബട്ട് എക്സ്പെൻസീവ് ടെക്നിക്കാണ്. ബട്ട് എല്ലാ കാൽഷ്യവും അതുകൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലായിടത്തും ഈ ബലൂണിനെ കയറ്റാൻ പറ്റില്ല. ഈ ബലൂൺ കയറിയാലേ ഉപയോഗിക്കാൻ പറ്റും. ആ ബലൂൺ എത്താത്ത സ്ഥലങ്ങൾ, അവിടെയാണ് ലേസറിന്റെ പ്രസക്തി. എക്സാക്ട്ലി. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു സ്റ്റാറ്റസിൽ ലേസറിന്റെ അബ്സല്യൂട്ട് ഇൻഡിക്കേഷൻസ് എന്ന് പറയാൻ പറ്റുന്നത് ഈ സ്റ്റെന്റിനകത്ത് വരുന്ന റീബ്ലോക്കേജ്. അതായത് പണ്ട് ഒറിജിനലി സ്റ്റെന്റിനകത്ത് കറക്റ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇതേപോലെ കാൽഷ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് പ്രോപ്പറായിട്ട് എക്സ്പാൻഡ് ചെയ്യാത്ത സ്റ്റെന്റുകൾ, സ്റ്റെന്റ് ഡിപ്ലോയ് ചെയ്തതിന് ശേഷം, ഇട്ടതിന് ശേഷം പിന്നീട് ബലൂൺ ചെയ്താൽ ചിലപ്പോൾ സ്റ്റെന്റ് വരില്ല. അപ്പം അങ്ങനത്തെ കേസുകളിൽ സ്റ്റെന്റിന്റെ പുറത്തുള്ള കാൽഷ്യം പോലും ലേസർ കൊണ്ട് പൊടിക്കാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റെന്റിനകത്ത് റീബ്ലോക്കേജ് വരുന്ന കേസുകളിൽ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ലേസറാണ്, കൊറോണറി ലേസറാണ്. രണ്ടാമത്തത് നമുക്ക് ഈ CTO എന്ന് പറഞ്ഞു, ഡോക്ടർ പ്രതാപന്റെ CTO എന്ന് പറഞ്ഞു. അപ്പം ക്രോണിക് ഒക്ലൂഷനകത്ത് ചിലപ്പം വളരെ കാൽസിഫിക് ആയിട്ടുള്ള ബ്ലോക്കുകൾ ഉണ്ടാകും. നമ്മൾ ഇതിൻ്റെ കൊറോണറി വയറുകൾ വെച്ചിട്ട് ക്രോസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഒരു ബലൂണും ക്രോസ് ചെയ്യാത്ത ടൈപ്പ് ബ്ലോക്കുകളുണ്ട്. അതിനകത്ത് ലേസർ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് യൂസ്ഫുൾ ആണ്. നമ്മളിപ്പം പലപ്പോഴും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഇടയിൽ നമുക്ക് 1-2 കേസുകൾ ഈ CTO കേസുകൾ ക്രോസ് ചെയ്തിട്ട് ബലൂൺ പാസ് ചെയ്യാൻ പറ്റാതെ മാറ്റി വെക്കേണ്ടി വയർ ക്രോസ്ഡ്, ഒരു ഡിവൈസും ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ വയറങ്ങ് പോയി, രക്തധമനിയുടെ എത്തി, പക്ഷെ നമുക്ക് പിന്നെ ആകെ വേണ്ടതൊന്നും ബലൂൺ വെച്ച് വികസിപ്പിച്ച് സ്റ്റെന്റ് നിക്ഷേപിക്കുക എന്നുള്ളത്. അവിടെ നമ്മൾ ഈ വയർ പൊയ്ക്കഴിഞ്ഞ ശേഷം ഇതെങ്ങനെ നമ്മൾ എത്തിക്കും? റോട്ടബിലേഷൻ ചെയ്യണമെങ്കിലും ഈ വയറ് മാറ്റി വേറൊരു വയറുണ്ട്. അത്തറക്ടമിക്ക് പോലും ഓർബിറ്റലിന് പോലും അത് വേണം. ഇവിടെ എന്ന് വെച്ചാൽ ഇതേ വയറിനകത്ത്, നമ്മൾ ബലൂൺ ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന അതേ വയറിനകത്തൂടെ തന്നെ ലേസർ കടത്തി അവിടെ ഒരു ദ്വാരം ക്രിയേറ്റ് അല്ലെങ്കിൽ സ്പേസ് ക്രിയേറ്റ് ചെയ്തു. ജയേഷ് പറയും. അപ്പോൾ അങ്ങനെ ഈ ഒക്ലൂഷനകത്ത്, ക്രോണിക് ഒക്ലൂഷനകത്ത് ഹാർഡായിട്ടുള്ള കാൽസ്യം ബ്ലോക്കുകൾക്കകത്ത് നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ലേസർ ചെയ്തിട്ട് വീണ്ടും അടുത്ത ടെക്നിക്ക് കട്ടിംഗ് ബലൂണോ എന്തെങ്കിലും നോർമൽ ബലൂൺസ് വെച്ചിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റും. നമുക്ക് ഇതുവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു സ്മോൾ പെർസെൻറ്റേജ് ബ്ലോക്കുകൾ കൂടി ഈ ലേസറിന്റെ വരവോട് കൂടി നമ്മൾ എത്ര പേർക്കാണ് ഇത് ചെയ്യാൻ പറ്റാത്തത്? ഇപ്പൊ എന്റെയൊക്കെ ഒരു പ്രാക്ടീസ് എടുത്തു കഴിഞ്ഞാലേ നമ്മളൊരു 100 കേസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഏറ്റവും കൂടുതൽ CTO ചെയ്യുന്ന ഡോക്ടറാണ് ഇന്ത്യയിൽ തന്നെ. പക്ഷെ നമ്മളൊരു 100 CTO ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 CTO അത്രയേ ഉള്ളൂ. ഈ CTO എന്ന് പറഞ്ഞാൽ 100% ബ്ലോക്ക് എന്ന് പറയുന്നത് തന്നെ ഏകദേശം 3 മുതൽ 4% ഓഫ് ആൻജിയോഗ്രാമാണ്. അതിനകത്ത് ആ 4-നകത്ത് 100-1 പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളിപ്പോൾ എത്ര കേസ് ചെയ്താലാണ് അത് കിട്ടുന്നത്. ഏകദേശം 2500 ആൻജിയോഗ്രാം ചെയ്താൽ അതിനകത്തുള്ള 100 ഇതിനകത്ത് ഒരാൾക്ക്. പക്ഷെ അതുപോലും നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പെർഫെക്ഷൻ, കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് പേഷ്യന്റ്.
ഇതാണ് പോയിന്റ്. അതാണ് അഷ്റഫ് ഈ ടാഗ് ലൈൻ ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്താന്നുള്ളത് നമ്മളെ. നമ്മുടെ കൺസെപ്റ്റ് മൈഹാർട്ടിന്റെ ടോട്ടൽ കാർഡിയോവാസ്കുലർ സൊല്യൂഷൻ ആണ്. ദാറ്റ് മീൻസ് കാർഡിയാക് വാസ്കുലാർ, ഇതിൽ അയോർട്ട ഉണ്ട്, കാലിലെ രക്തക്കുഴലുണ്ട്, ബ്രെയിൻ ഉണ്ട്. അതിന്റെ കൺസെപ്റ്റില് ഒരു പോയിന്റ് ടാഗ് ലൈൻ ഇല്ലേ, അതൊന്ന് സംടൈംസ് വി നീഡ് എ സംടൈംസ് വി നീഡ് എ ലേസർ എന്ന് പറയാൻ കാരണം ലേസർ ആൻജിയോപ്ലാസ്റ്റി എന്ന് ഒരു സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കൺസെപ്റ്റിൽ മിത്താണോന്ന് ചോദിച്ചു. മിത്തല്ല, ബേസിക്കലി അതിൽ ചെറിയ ഹാഫ് ഫാക്ടർ ഉണ്ട്. ഹാഫ് മിത്ത് ഹാഫ് ട്രൂത്ത്. ബേസിക്കലി നമ്മൾ കാണുന്ന ലേസർ ആൻജിയോപ്ലാസ്റ്റി സാധാരണ ചെയ്യുന്നതൊക്കെ റിലേറ്റീവ്ലി കോമൺ ഡിസീസിന് റിലേറ്റീവ്ലി ലെസ് ടഫ് കേസാണ്. അപ്പൊ നമ്മുടെ പോലത്തെ എക്സ്പീരിയൻസ് സെന്ററിൽ ഈ ലേസർ എന്ന് പറഞ്ഞാൽ ഓൺലി ദ ഹാർഡസ്റ്റ് ഓഫ് ഹാർഡ്, ഏറ്റവും ടഫ് ആയിട്ടുള്ള മാത്രം. കാരണം ഇതൊരു ടോട്ടൽ കാൽഷ്യം സൊല്യൂഷൻ ആണ് നമ്മളുള്ളത്. അതിൽ ഒന്ന് മാത്രം, ഒരു എൻഡ് മാത്രമാണ് ലേസർ. അതിന്റെ ഇടയിൽ ഡോക്ടർ ജയേഷ് പറഞ്ഞ ഓർബിറ്റൽ എത്രക്ടമി, റോട്ടാബ്ലാറ്ററി, ലിത്തോട്രിപ്സി ആൻഡ് കട്ടിംഗ് ബലൂൺ, പിന്നെ സ്കോറിംഗ് ബലൂൺ, ഒരുപാടുണ്ട്. ഇപ്പൊ ടോട്ടൽ കാർഡിയക് കാൽഷ്യം സൊല്യൂഷനിൽ ആ ലേസറിൽ തന്നെ ഇതിൽ കാൽഷ്യം മാത്രമല്ല, എപ്പോഴും നമ്മൾ കാൽഷ്യം എന്ന് പറയുന്നത് അതൊരു ക്ലോട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അറ്റാക്ക് വന്ന് ഇഷ്ടംപോലെ ക്ലോട്ട് ഡെവലപ്പ് ചെയ്യുന്ന കേസുണ്ട്. അപ്പൊ ക്ലോട്ട് പോകാതിരിക്കുന്ന സമയത്ത് ത്രോംബസ് വന്നിട്ട് നമ്മളെ വിഷമിപ്പിക്കുന്ന രണ്ട് സാധനങ്ങൾ, ഹൃദയത്തിന്റെ രക്തധമനിയിൽ നമ്മൾ വിഷമിപ്പിക്കുന്ന രണ്ട് സാധനങ്ങൾ, രക്തധമനി അടഞ്ഞുപോയി ക്ലോട്ട് മാറ്റാൻ പറ്റാത്തൊരവസ്ഥ. അതിനകത്ത് ഇതിനൊരു റോളുണ്ട്. രണ്ട്, കാൽഷ്യം നമ്മൾ വയറ് പാസ് ചെയ്ത് വിഷമിച്ച് നിൽക്കുന്ന ഒരു ഹൃദ്രോഗ വിദഗ്ധന്റെ മുഖത്തിലുണ്ടല്ലോ, നമ്മൾ എത്തി പക്ഷെ എത്തിപ്പിടിച്ചില്ല. ആ സമയത്ത് ഈ രണ്ട് സിറ്റുവേഷനാണ്, ഹെവി ത്രോംബസ് ബേർഡൻ ആൻഡ് കാൽസ്യം ബ്ലോക്ക് വെയർ വയർ പാസ്ഡ്. ഈ ഒരു രണ്ട് സിറ്റുവേഷൻ it will come nearly a minority, but that minority we are not compromising. Can I add one thing? നമ്മളൊരു ടാഗ് ലൈൻ പറഞ്ഞത് sometimes we need a laser. So we wanted to tell the public that laser, ഇപ്പോൾ ഞങ്ങൾ പ്രാക്ടീസിൽ ഒരുവിധ ആൾക്കാർ മുഴുവൻ വന്ന് ചോദിക്കും ലേസർ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഞങ്ങൾ തന്നെ ആകെ വി ആർ ഗെറ്റിംഗ് സർപ്രൈസ്ഡ്, നോ, ബിക്കോസ് പബ്ലിക്കിലുള്ള ഒരു കോൺസെപ്റ്റ് എല്ലാത്തിനും ലേസർ ചെയ്യണമെന്നില്ല. അതിന്റെ ആവശ്യമില്ല. ഒരു മേ ബി 5% മാക്സിമം ഉണ്ടല്ലോ. 5 ഒന്നുമില്ല, അല്ല മാക്സിമം എന്നാ പറഞ്ഞേ. ലേസർ വേണ്ടെന്ന് പറഞ്ഞാല് ദേ ആർ നോട്ട് ഹാപ്പി. സോ ദിസ് മെസ്സേജ് ഹാസ് ടു ഗോ. ജുഡീഷ്യസ് ആയിട്ട് യൂസ് ചെയ്യേണ്ട നമ്മുടെ കയ്യിലുണ്ട്, ഉപകരണം ഉണ്ട്, പക്ഷേ അത് ജുഡീഷ്യസ് ആയിരിക്കണം നമ്മുടെ യൂസ്. ഏറ്റവും ആവശ്യമുള്ള ബ്ലോക്കുകൾക്ക് മാത്രം യൂസ് ചെയ്യേണ്ട ഒരു ചികിത്സ ലേസറും ഉപയോഗിക്കാം. പക്ഷേ ലേസർ ആണോ ചികിത്സ, ലേസർ മാത്രമാണോ? അല്ല. അതാണ് ഈ ആൾക്കാർ പറയുന്നത്. Sometimes laser may help, but laser is not the only treatment. അപ്പൊ ആൾക്കാരുടെ വിചാരം വന്ന ഒരു ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിലെ ബ്ലോക്ക് പോയി. പക്ഷെ അതല്ല, ഹാർട്ട് ലൈറ്റ് അടിച്ചാൽ ഹാർട്ടൊന്നും ബ്ലോക്ക് ഒന്നും പോകത്തില്ല. അതിനു മുമ്പ് ഒരുപാട് ജോലികളുണ്ട്. ആ ജോലിയിൽ അഥവാ ലൈറ്റ് അടിക്കേണ്ടി വരുന്നത് ചെറിയ ശതമാനം സമയമാണെങ്കിലും ലൈറ്റ് അടിക്കാതെ ഞങ്ങൾ വിടില്ല എന്ന് അറിയിപ്പിക്കുക. മനസ്സിലായോ? ആവനാഴിയിൽ എല്ലാ അസ്ത്രങ്ങളും ഉണ്ട്, പക്ഷെ എടുത്ത് പ്രയോഗിക്കുന്ന ബ്രഹ്മാസ്ത്രം എടുത്ത് പ്രയോഗിക്കുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മാത്രം. ഇതാണോ ബ്രഹ്മാസ്ത്രം? അല്ല, ഇതും ഒരു ചികിത്സാ രീതി, അത്രയേ ഉള്ളൂ. നോ കോംപ്രമൈസ് ഫോർ ഒന്നും. രോഗികൾക്കായിട്ട് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഹൃദ്രോഗ ചികിത്സയിൽ ഒരു ആവനാഴിയിലെ ഒരു അസ്ത്രവും ഞങ്ങൾ ബാക്കി വെക്കില്ല. അതാണ് ഞങ്ങളുടെ ടാഗ് ലൈൻ. എല്ലാവിധ കാർഡിയാക് സൊല്യൂഷൻസ് ഉണ്ട്, അതിലൊന്ന് മാത്രമാണ് സംടൈംസ് വി മേ ഹെൽപ്പ്, ഇറ്റ് മേ ഹെൽപ്പ്. അത് മാത്രമല്ല, പക്ഷെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കമ്മിറ്റ്മെന്റ് ഈസ് ടു അവർ പേഷ്യൻസ്. പക്ഷേ അത് ദാറ്റ് ഡസ് നോട്ട് മീൻ എല്ലാ പ്രാവശ്യവും നമ്മുടെ കമ്മിറ്റ്മെന്റ് നമ്മൾ അത്ര പെർഫെക്ഷൻ അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ഫുൾ എന്താണ് നമ്മുടെ പേഷ്യന്റിനോട് അത്ര ആത്മാർത്ഥതയോട് ചികിത്സിക്കുന്നു. അതിൻ്റെ അർത്ഥം എല്ലാ പേഷ്യൻസും ഇതുകൊണ്ട് രക്ഷപ്പെടുന്നല്ല. അത് മതിയായിക്കോളണം എന്നില്ല. പക്ഷേ അതിൽ നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റിന്റെ കുറവുണ്ടായിരിക്കില്ല. നമ്മൾ ഹൃദയ രക്തധമനിക്കകത്ത് ബ്ലോക്ക് വരുന്നെങ്കിൽ അതിനകത്ത് ഫൈബ്രസ് ടിഷ്യൂ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, ത്രോംബസ് ഉണ്ട്. ഇതിനകത്ത് ഈ ത്രോംബസിന്റെ ഹെവി ത്രോംബസ് ബേർഡനും അൺക്രോസബിൾ കാൽഷ്യം ലീഷനും മാത്രമാണ് ലേസറിന്റെ അബ്സല്യൂട്ട് ഇൻഡിക്കേഷൻ. സ്റ്റെന്റിന്റെ അകത്ത് ബ്ലോക്ക് ISR അത് പക്ഷേ നിങ്ങൾ വയ്ക്കും സ്റ്റെന്റിനകത്ത് നമുക്ക് ബൈപ്പാസ് കഴിഞ്ഞാലും ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാലും വീണ്ടും ബ്ലോക്ക് വരാനുള്ള സാധ്യത 8 to 10% ഓവർ 10 years ആണ്. ഈ രക്തധമനികളിലെ ബ്ലോക്കുകളിനകത്ത്, അതായത് ഇൻസ്റ്റന്റ് റീസ്റ്റനോസിസ് അല്ലെങ്കിൽ സ്റ്റെന്റിനകത്തുള്ള ബ്ലോക്കിനകത്ത് ഡെഫിനറ്റ് ആയിട്ടും ലേസർ ഹാസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ.
അത് വളരെ ചെറിയ പെർസെൻറ്റേജ് ആണ്. നമ്മളിപ്പം ബ്ലോക്ക് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഒരു ചിന്ത എന്ന് പറയുന്നത് ഫാറ്റ് ഡെപ്പോസിഷൻ എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പം സംസാരിച്ചപ്പോഴാണ് ഈ കാൽഷ്യം ഡെപ്പോസിഷൻ കൂടിയാണ് ആ ബ്ലോക്ക് എന്നുള്ളൊരു ടേം. ഇതുപോലെ എന്തൊക്കെ ടൈപ്പാണ് ബ്ലോക്ക് ഒരു പേഷ്യന്റിന് ഉണ്ടാവാൻ ബേസിക്കലി നമ്മളൊരു രക്തക്കുഴലിൽ ബ്ലോക്ക് എന്ന് പറയുന്നത് അത് ചുരുക്കാൻ ഒരു 70% കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ് ബ്ലോക്ക് എന്ന് പറയുന്നത്. കാരണം 70% കൂടുതലുണ്ടെങ്കിൽ നടക്കുമ്പോൾ ഇത്രയും മൾട്ടിപ്പിൾ ടൈംസ് ഹാർട്ടിൽ രക്തോട്ടം വേണം, അപ്പം അത്ര കിട്ടില്ല. അപ്പം അത് മുതലാണ് നമ്മൾ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതുവരെ നമ്മൾക്ക് സാധാരണ നടക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇറ്റ്സ് എ 75-year-old പേഷ്യന്റിന് 75% റിസ്ക് ഓഫ് ചെറിയ ചുരുക്കം വരാനുള്ള സാധ്യത നോർമൽ ഇൻഡിവിജ്വൽ. ഡയബറ്റിക്കിൽ കുറച്ചും കൂടി കൂടുതലാണ്, പക്ഷെ എല്ലാവരും ഹാർട്ട് രോഗികൾ ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്നില്ല. ഓൺലി സിംറ്റമാറ്റിക് പേഷ്യൻ, അല്ലെ പമ്പിങ് കുറഞ്ഞവർക്ക്. അപ്പം നമ്മൾ കാൽഷ്യം എന്ന് പറയുന്നത് എപ്പോഴും ലേസർ എന്ന് പറയുമ്പോൾ കാൽഷ്യം എന്ന് പറയും. ഇപ്പോൾ ഓൾറെഡി 5 ഡിഫറെൻറ്റ് ഡോക്ടർ പ്രതാപ് കുമാർ ആൻഡ് ഡോക്ടർ ജയേഷ് പറഞ്ഞു. പക്ഷേ ലേസർ എന്ന് പറയുന്നത് ഒരു MD എന്ന് പറയും, പക്ഷെ അതിൽ കാൽഷ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾക്ക് ആൻജിയോഗ്രാമിൽ കാണുന്നില്ല. അപ്പം അതിന് പല IVS OCT എന്നുള്ള ഒരു ലൈറ്റ് ഉള്ള ഒരു ഇമേജിംഗ് ടെക്നോളജി മാൻഡേറ്ററി ആണ്. ഇങ്ങനത്തെ സ്കാൻ ചെയ്ത് ചെയ്യണം. രക്തധമനിക്കുള്ളിലെ പടമെടുത്ത് ആ ചിത്രത്തിലൂടെ കാണുന്നതാ ഉദ്ദേശിച്ചത്. ബേസിക്കലി നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിൽ ഒരുപാട് ലേസർ എന്ന് പറഞ്ഞ പല പോഡ്കാസ്റ്റുകളും പല സോഷ്യൽ മീഡിയ കാണാം. പക്ഷെ നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി സംടൈംസ് വി നീഡ്, ഇറ്റ്സ് നോട്ട് ഓൾവേസ്. കാരണം ഇതൊരു നെസസിറ്റി ആയി മാറി സമൂഹത്തിൽ. അത് പിയേഴ്സ് ചെയ്ത് ലേസർ എന്ന് പറഞ്ഞാൽ എന്തോ ചെയ്ത് കംപ്ലീറ്റ് ക്ലിയർ നോ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു പുട്ട് ദ സ്റ്റെൻഡോ ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് ഓൺലി ഒരു വേ ഉണ്ടാക്കൽ മാത്രമേ ഉള്ളൂ. അദ്ദേഹം ചോദിച്ചത് അല്ല, പുള്ളിക്കാരി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്ലോക്സ്. ബ്ലോക്സ് അത് ഫാറ്റ് ഡെപ്പോസിഷൻ കൊണ്ടുവരാം, കൊളസ്ട്രോളിനെ കൊണ്ടുവരാം, ഫൈബ്രസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അത് രണ്ടിന് മിക്സ് ആയിട്ട് വരാം, കാൽഷ്യം കൊണ്ടുവരാം, സ്റ്റെന്റ് ഇട്ടിട്ട് വരാം, പിന്നെ അതേപോലെ ക്ലോട്ട് കൊണ്ടുവരാം. ക്ലോട്ട് ഉണ്ടാകുന്നത് അക്യൂട്ട് അറ്റാക്സ് സമയത്താണ്. വിതിൻ ഇമ്മീഡിയറ്റ് അറ്റാക്ക് ഓൾസോ 2 മാസത്തിനുള്ളിൽ റീസെന്റ് ആയിട്ടുള്ള ഒരു നെഞ്ചുവേദനയുള്ളവർക്ക് വരാം. ഇതില് കാൽഷ്യം ഡെപ്പോസിഷന് മാത്രമാണോ നമ്മൾ അപ്പൊ യൂഷ്വലി സംടൈം വി നീഡ് ലേസർ ഫോർ ദ കാൽഷ്യം. കാൽഷ്യത്തിൽ ഒന്ന് മാത്രമേ ഇത് ഓൾറെഡി പറഞ്ഞു, ഓർബിറ്റൽ എത്തറക്ടമി ആൻഡ് റോട്ടാബുലർ എവരിത്തിങ് വി ഹാവ് ഇൻഹൗസ് ഉണ്ട്. നമ്മൾക്കത് ഇമേജിംഗ് ടെക്നോളജി ഇൻഹൗസ് ഉണ്ട്. OCT ആൻഡ് IVS തന്നെ കോൺട്രാസ്റ്റ് ഒന്നും ഇല്ലാതെ ലൈറ്റ് അടിച്ച് നോക്കുന്നത്. മറ്റേതില് നമ്മൾ അല്ല, അതിന് രണ്ടാമത്തത് കാൽഷ്യത്തിനുള്ള സ്റ്റെന്റിനെ റീച്ചുരുക്കം വന്ന സ്റ്റെന്റ് വികസിപ്പിക്കാതിരിക്കുമ്പോൾ പിന്നെ ലോങ് ടേമിൽ വീണ്ടും ബ്ലോക്ക് വന്നാൽ പിന്നെ അതുപോലെ ജയേഷ് പറഞ്ഞ പോലെ മറ്റുള്ള ഇൻഡിക്കേഷൻ ക്ലോട്ട് ഭയങ്കര കൂടുതലുണ്ട്. ഈവൻ കാലിൽ പെരിഫറൽ സെന്ററിൽ ഏറ്റവും കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും ചെയ്യുന്നത് വൺ ഓഫ് ദ ടീം ഡോക്ടർ ആശിഷ് അയോട്ട ഇലിയാക് വെസൽസ് ഉണ്ട്. അതിലും ചെയ്യാം. അതിൽ കത്തിയിട്ട് ഈ മാസം വരാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് ലേസർ രക്തധമനികളിൽ മഹാധമനിയിലും അതിനകത്തുനിന്നുള്ള ശിഖരങ്ങളിലും ഉണ്ടാകുന്ന രക്തധമനികളിലെ ബ്ലോക്കുകൾ. ഹൃദയത്തിൽ മാത്രമല്ല രക്തധമനി ഉള്ളത്, ഹൃദയത്തിൽ നിന്ന് ഇറങ്ങുന്ന മഹാധമനി അയോട്ട എന്ന് പറയുന്നത്, അതിൽ നിന്നുണ്ടാവുന്ന രക്തധമനികളുടെ ശിഖരങ്ങൾക്കും രക്തധമനിക്കും. പിന്നെ അത് കൂടാതെയാണ് ഈവൻ ലേസർ ക്യാൻ ബി അപ്ലൈഡ് ഫോർ ദി വീനസ് വെസൽസ് അല്ലേ, രക്തധമനിക്കല്ല രക്തസിരകൾക്ക്, അതായത് അശുദ്ധ രക്തം കൊണ്ടുപോകുന്ന അവിടെയും ലേസർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ യുണീക്ക് ആയിട്ടുള്ള ബൈപ്പാസ്. പൊതുവെ ഡോക്ടർ അലി ഫൈസൽ അവരൊക്കെ ഇപ്പൊ 35 years അവർ ആ സമയത്ത് ആൻജിയോപ്ലാസ്റ്റി ആൾക്കാരെല്ലാം ബൈപ്പാസിലും കാൽഷ്യം എല്ലാം വന്നിട്ടുണ്ട് കോംപ്ലിക്കേഷൻ. ആ ബൈപ്പാസ് വെസലിലും ഇതേപോലെ കാൽഷ്യം വീണ്ടും ബ്ലോക്ക് വരുമ്പോൾ ഒരു ബൈപ്പാസ് ചെയ്തതിൽ ഇന്ത്യയിൽ 90% കാലിലെ രക്തക്കൊല്ലം ഉപയോഗിച്ചുള്ള ബൈപ്പാസാണ്. ഇത് 5 മുതൽ 10 വർഷത്തിൽ 50% അടഞ്ഞു പോകും, ചുരുങ്ങും. ഇത് ഇൻവേരിയബിൾ ആണ്. വാട്ട് എവർ സർജൻ എത്ര പോസ്റ്റ് ചെയ്താലും ആർട്ടറിയൽ ലിമാൻ ഗ്രാഫ്റ്റ് മാത്രമാണ് 90% ഫോർ 10 years വരെ ഉണ്ടാകുന്നത്. ബാക്കി വെയിനൊക്കെ 5 to 10 years 40 to 50% ബ്ലോക്ക് ഉണ്ടാവും. അതിൽ ഇത് ലേസർ ഉപയോഗിക്കും. പിന്നെയുള്ള യുണീക്ക് കേസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പേസ് മേക്കർ ചെയ്ത് ലീഡൊക്കെ വന്നു, ഒരുപാട് ലീഡൊക്കെ വന്നു. അപ്പൊ അതില് ഇത് ഇൻഫെക്ഷൻ ആകുക അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് ലീഡ് എടുക്കണം. കാരണം അത് ലീഡ് എടുക്കുക, അത് ഹാർഡായിട്ട് അവിടെ ഉണ്ടാവും. അതിൽ പ്രത്യേകപരമായി കത്തിയിട്ടിട്ട് ലേസർ അതിനെ എബിലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. സോ ദീസ് ആർ യുണീക്ക്. സോ നമ്മുടെ കൂടെ ഇലക്ട്രോഫിസിയോളജി ഒരു സ്ട്രോങ് ഒരു 25 years എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹം അവർക്കൊക്കെ ലീഡിനെ പണ്ട് സർജറി റിമൂവൽ അവിടെ തന്നെ വെക്കും. കുറെ ലീഡ് അവിടെ വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം ബ്ലോക്ക് ആവും, ഓപ്പോസിറ്റ് ചെയ്യണം. ഇപ്പൊ ലേസർ ഉള്ളതുകൊണ്ട് നമുക്ക് യുണീക്ക് ആയി. സോ ലേസർ എന്ന് പറഞ്ഞ ടെക്നോളജി ഈസ് വെരി സിമ്പിൾ പ്രൊസീജിയറാണ്. പക്ഷെ ബാക്കപ്പ് പേഷ്യന്റിന്റെ സബ്സെറ്റിന്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി ഹാർഡാണ്. പല സ്ഥലങ്ങളിൽ എക്സ്പീരിയൻസ് ആൻഡ് ദ പ്രൊസിഷൻ.
അതിൽ ഇപ്പോൾ ലേസർ ഈസ് സിമ്പിൾ ടു യൂസ്, ബട്ട് എല്ലാവരും പറയുന്ന പ്രശ്നം ലേസർ ചെയ്യാം. പക്ഷെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനത്തെ വെസൽ ചെയ്യുന്ന എക്സ്പീരിയൻസ് മാറ്റേഴ്സ് ആൻഡ് പ്രിസിഷൻ മാറ്റേഴ്സ്. ആ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കോംപ്ലിക്കേഷൻ വരും. മാഡം ഈ ബ്ലോക്കിന്റെ ക്യാരക്ടറിനെ പറ്റി ചോദിച്ചല്ലോ. ഇപ്പൊ നമ്മളെ ബോഡിയിൽ ഇപ്പൊ എല്ല് അല്ലെങ്കിൽ പല്ല് ഇതൊക്കെ ലൈവ് ടിഷ്യൂസ് ആണ്, അതായത് ജീവനുള്ള സാധനങ്ങളാണ്, കോൺസ്റ്റന്റ്ലി ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. അതേപോലെ തന്നെ ബ്ലോക്കും നമ്മളെ മണ്ണൊക്കെ അടിയുന്ന പോലെ ഒരു ഫാറ്റ് ഡെപ്പോസിറ്റ് അല്ല, അത് വളരെ ലൈവ് ആയിട്ടുള്ള അതിനുള്ള ഒരുപാട് ബയോളജിക്കൽ കെമിക്കൽ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതിന്റെ തുടക്കത്തിൽ സോഫ്റ്റ് പ്ലാക്ക് എന്ന് പറയുന്ന സ്റ്റേജിൽ ഈ രക്തക്കുഴലിനകത്ത് ഫാറ്റ് സെൽസ് വന്ന് ഡെപ്പോസിറ്റ് ആയിട്ട് റാപ്പിഡ്ലി എക്സ്പാൻഡ് ചെയ്യും. അതാണ് സോഫ്റ്റ് പ്ലാക്ക് എന്ന് പറയുന്നത്. ആ സ്റ്റേജിലാണ് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള റിസ്ക് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇതിൽ നമ്മൾ വെറുതെ ബ്ലോക്ക് കൂടി ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് അടയുന്നതല്ല, ഈ ബ്ലോക്കിനകത്ത് തന്നെ ഇൻഫ്ലമേഷൻ, ഇൻഫെക്ഷൻസ്, ഇങ്ങനെ പല ലൈവ് ആയിട്ടുള്ള ബയോളജിക്കൽ ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ HSCRP എന്ന് പറഞ്ഞ ടെസ്റ്റ് നോക്കുന്നത്. HSCRP ടെസ്റ്റ് ഹൈ ആയിട്ടുള്ള ആളുകൾക്ക് അടുത്ത കുറച്ച് വർഷങ്ങളിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള റിസ്ക് കൂടുതലാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ HSCRP ഒരു നമ്മുടെ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള രോഗികൾക്കോ അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് റിസ്ക് ഉള്ള ആളുകൾക്കോ ഫ്യൂച്ചറിൽ അറ്റാക്ക് വരാനുള്ള റിസ്ക്, നെക്സ്റ്റ് 10 ഇയേഴ്സിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള റിസ്ക് അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അത് ഈ ബ്ലോക്കിനകത്തുള്ള ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ്റെ ഫീച്ചേഴ്സ് ഇൻഡയറക്റ്റ് ആയിട്ട് ഈ HSCRPയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇതിൻ്റെ ഈ ഫാറ്റ് ഡെപ്പോസിറ്റിൻ്റെ ഗ്രാജുവൽ പ്രോഗ്രഷനാണ്. ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് പതുക്കെ മാറി ഇവോൾവ് ചെയ്തിട്ട് അതിന് ഫൈബ്രസ് ടിഷ്യൂ ഡെപ്പോസിറ്റ് ആയി മാറും. അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിയുമ്പോൾ അതിനകത്ത് കാൽഷ്യം ഡെപ്പോസിറ്റ് ചെയ്ത് വന്ന് ഹാർഡായിട്ടുള്ള ബ്ലോക്കുകളായി മാറും. ഒരുപാട് നാളായിട്ട് ബ്ലോക്കുകൾ വന്നിട്ട് 100% അടഞ്ഞു കിടന്നു കഴിഞ്ഞാൽ അതിനാണ് ക്രോണിക് ഒക്ലൂഷൻ എന്ന് പറയുന്നത്. ക്രോണിക് ഒക്ലൂഷന് അറൌണ്ട് 3 months കൂടുതൽ ഹാർഡായിട്ട് അടഞ്ഞു കിടക്കുന്ന ബ്ലോക്കുകൾക്കാണ് CTO എന്ന് പറയുന്നത്, ക്രോണിക് ടോട്ടൽ ഒക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ബ്ലോക്കിൻ്റെ സെവറിറ്റി അല്ലെങ്കിൽ ഹാർഡ്നെസ് പല ഗ്രേഡുകളിലുണ്ട്. ബട്ട് ഇതൊരു ലൈവ് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു ബ്ലോക്ക് വന്ന് അത് അതേപോലെ തന്നെ നിൽക്കുകയല്ല ചെയ്യുന്നത്. അല്ല, ആൾക്കാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഈ ബ്ലോക്കിൻ്റെ അതിൻ്റെ കോമ്പോസിഷനാണ്. അപ്പോൾ ജയേഷ് പറഞ്ഞ മാതിരി ഇപ്പോൾ ചേതന ചോദിച്ചല്ലോ, അതിൽ പല കോമ്പിനേഷൻസിൽ ഒരേ കാര്യങ്ങൾ പല കോമ്പിനേഷൻസിൽ, അതായത് ഇപ്പോൾ ഫാറ്റാണ്, പല തരത്തിലുള്ള സെൽസാണ്, കാൽഷ്യവും ഏകദേശം എല്ലാ ബ്ലോക്കുകളിലും കുറച്ച് ശതമാനം കാൽഷ്യം ഉണ്ടാവും. അതിൻ്റെ ആ പെർസെൻറ്റേജുള്ള വ്യത്യാസം അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഹാർഡ്നെസ് വരുന്നത്. കൂടുതൽ കാൽഷ്യം വരുമ്പോൾ ഹാർട്ട് ബ്ലോക്കായി മാറും. ഓക്കെ സാർ, ഇപ്പോൾ ഇതിൻ്റെ ചികിത്സ കഴിഞ്ഞ ഒരാൾക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വന്ന സമയത്ത് അയാൾക്ക് ഇത് റിവേഴ്സ്ഡ് ആയിട്ട് വരാനുള്ള സാധ്യത കൂടുതലല്ലേ? അതായത് ഇതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ്, എക്സസൈസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് ഇതിനെ പിടിച്ചു നിർത്താം, അറസ്റ്റ് ചെയ്യാം, അതിൻ്റെ പ്രോഗ്രഷനെ പിടിച്ചു നിർത്താം. അതിനെക്കാട്ടിലും ഉപരി അതിൻ്റെ പ്രോഗ്രഷനെ സ്ലോ ഡൗൺ ചെയ്യാം. ഇനി ശാസ്ത്രീയമായിട്ട് നോക്കിയാൽ ഇതിൻ്റെ റിഗ്രഷൻ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയിലോട്ട് തിരിച്ചു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്. പക്ഷെ അത് ആർക്ക് അങ്ങനെ പറ്റും? ഏത് പെർസെൻറ്റേജ് ആൾക്കാർക്ക്, എത്ര നമ്മൾ 100 പേരെടുത്തു, അതിൽ ഏത് 5% ആൾക്കാർക്കാണ് ഇങ്ങനെ വരാൻ സാധ്യത നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നില്ല. അതാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. പക്ഷെ അവിടെയാണ് ഡയറ്റിനും എക്സസൈസിനും റെഗുലർ മെഡിക്കേഷനും ഇമ്പോർട്ടൻസ് വരുന്നത്. അതാണ് ജയേഷ് പറഞ്ഞത്, ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ആ പ്രോഗ്രഷനെ റിഗ്രസ് ചെയ്യാനും നമുക്ക് പറ്റും. അവിടെയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ. നമ്മൾ എന്തൊക്കെ ചെയ്താലാണ് റിഗ്രസ് ചെയ്യാൻ പറ്റുന്നത്, എത്ര ശതമാനം പേർക്ക്? ഇതിലൊരു പോയിന്റ്, ഇപ്പോൾ ലാസ്റ്റ് ഇത്രയും കൊല്ലത്തെ പ്രാക്ടീസിൽ പേഷ്യൻസ് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ട്, ചികിത്സ വേണമെന്ന് ചോദിച്ചാൽ ആദ്യം ചോദിക്കൽ മരുന്ന് കഴിച്ചത് പോകുമെന്നുള്ളതാണ്. സ്ഥിരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇറ്റ്സ് വെരി റിലവൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ഏർലി സ്റ്റേജിൽ ഇപ്പോൾ ലെറ്റസ് സേ ദാറ്റ് ദ ഡിസീസ് ഒരു 20-30% ഒക്കെ ആണ്, ഒരു 70% മേലെ ഉണ്ടെങ്കിൽ ബ്ലോക്ക് ഓൾറെഡി അതിനാണ് അധികം കാർഡിയോളജിസ്റ്റ് പറയുന്ന ഒരു ആൻജിയോഗ്രാം എടുത്തു നോക്കൂ, അത് കണ്ടിട്ട് ഡിസൈഡ് ചെയ്യൂ മരുന്ന് മതിയോ ഇല്ല എന്നുള്ളത്. അതായത് ഒരു ക്രിട്ടിക്കൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കൂടാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. ആ 70%, 80%, 90% അങ്ങനെയല്ല പോവുക ചിലപ്പോൾ. അത് പൊട്ടും, അത് പ്ലാക്ക് റപ്ചർ എന്ന് പറയും. അങ്ങനത്തെ ബ്ലോക്സ് ആണ് ചിലപ്പോൾ പൊട്ടിയിട്ട് പെട്ടെന്ന് അടഞ്ഞു പോകുന്നത്. സോ ദ ചാൻസ് ഓഫ് ഹാർട്ട് അറ്റാക്ക് ഇസ് ഹൈ. അപ്പോൾ ദാറ്റ് ഇസ് എ റീസൺ. ഇപ്പം ആശു പറഞ്ഞ മാതിരി ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മരുന്ന് ഫലിക്കില്ല. വളരെ ഏർലി സ്റ്റേജിൽ മരുന്നും എക്സസൈസും ഡയറ്റ് കൺട്രോളൊക്കെ ആണെങ്കിൽ അത് അവിടെ പിടിച്ച് നിർത്താൻ പറ്റും. മേ ബി ഞങ്ങളൊരു എക്സ്പീരിയൻസ് റിഗ്രഷൻ എന്ന് പറഞ്ഞ് തിരിച്ച് നോർമലിലേക്ക് പോകുന്ന സാധ്യതകൾ വളരെ കുറവാണ്. ആൻജിയോഗ്രാഫിക്കലി പ്രൂവ്ഡ്, ആൻജിയോഗ്രാം ചെയ്തിട്ട് കുറഞ്ഞു വരുന്ന സാധ്യതകൾ വളരെ കുറവാണ്.
നേരത്തെ ഡോക്ടർ പറയുണ്ടായി നമ്മൾ ചെയ്യേണ്ട കുറച്ച് ടെസ്റ്റുകൾ എങ്ങനെയാണ് ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ. അപ്പം അതല്ലാതെ തന്നെ ഒരു 30+ കഴിഞ്ഞ ഒരാൾ എടുത്തിരിക്കേണ്ട ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? ഇപ്പം പ്രിവെൻഷൻ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഏത് ഡിസിഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും. അപ്പം എന്തൊക്കെ ടെസ്റ്റുകൾ ഒരാൾ ചെയ്തിരിക്കണം? നമ്മൾ 30 years അല്ല ആക്ച്വലി, ഇപ്പോഴത്തെ ഈ കറണ്ട് ഗൈഡ് ലൈൻസ് വെച്ചിട്ട് 20 years കഴിഞ്ഞിട്ടുള്ള എല്ലാ അഡൾട്ട്സും ഒരു സ്ക്രീനിങ് ചെയ്തിരിക്കണം, കാർഡിയോവാസ്കുലർ സ്ക്രീനിങ് ചെയ്തിരിക്കണം എന്നാണ് റൂൾ. ഈ സ്ക്രീനിങ്ങിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ ടെസ്റ്റുകളും വേണമെന്നില്ല, ബട്ട് ഒരു റിസ്ക് അസസ്മെൻറ്റ് ASCVD എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. അതൊരു ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടോക്കോളാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് 10 yearsലെ നെക്സ്റ്റ് 10 yearsൽ ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ സ്ട്രോക്കോ വരാനുള്ള റിസ്ക് എത്രത്തോളം ഉണ്ടോയെന്ന് കറക്റ്റായിട്ട് അതിനകത്ത് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും, പെർസെൻറ്റേജ് ആയിട്ട് അസസ് ചെയ്യാൻ പറ്റും. അതിൽ വെരി ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകൾക്ക് അഗ്രസീവ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ, കൊളസ്ട്രോളിനുള്ള ട്രീറ്റ്മെൻറ്റോ അത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് റിസ്ക് ഉള്ള ആളുകൾക്ക് നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യമായിട്ട് വരും. അതായത് കൂടുതൽ എന്താണ് നെക്സ്റ്റ് റിസ്കിനുള്ള, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ HSCRP അതുപോലെ കാൽഷ്യം സ്കോറിങ് പോലത്തെ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ വേണമെന്നുള്ളത് അറിയാൻ പറ്റും. ലോ റിസ്ക് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഇല്ല, ജസ്റ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മാത്രമേ അഡ്വൈസ് ചെയ്യുള്ളൂ. ഈ ഇൻ്റർമീഡിയറ്റ് റിസ്ക് ഉള്ള ആളുകൾക്ക് നമ്മൾ റുട്ടീനായിട്ട് ചെയ്യുന്നത് ഈ HSCRP 1 പറഞ്ഞു, HSCRP 3 കൂടുതലുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യുക, ഒരു 2 weeks കഴിഞ്ഞിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റും ഹൈ ആണെങ്കിൽ മാത്രം അതിനുള്ള വാല്യൂ ഉള്ളൂ. രണ്ടാമത്തത് ഈ CT കാൽഷ്യം സ്കോറിങ്ങിനെ പറ്റി നമ്മൾ ഒരുപാട് പേര് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. CT കാൽഷ്യം സ്കോറിംഗ് എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടെസ്റ്റാണ്. നമുക്ക് ഒരു കറക്റ്റായിട്ട് ഹാർട്ട് അറ്റാക്കിനുള്ള റിസ്ക് അസസ്മെൻറ്റ് കിട്ടും. നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ഒരു അധികം റേഡിയേഷൻ ഇല്ലാതെ കൂടുതൽ പ്രിക്കോഷനുകളൊന്നും ഇല്ലാതെ തന്നെ ജസ്റ്റ് വാക്കിനായി ചെയ്തിട്ട് വരാൻ പറ്റുന്ന ടെസ്റ്റാണ് ഈ കാൽഷ്യം സ്കോറിങ്. അപ്പോൾ ഈ കാൽഷ്യം സ്കോർ വളരെ ലോ ആയിട്ട് 0 ആയിട്ടുള്ള ആളുകൾക്ക് ലെസ് ദാൻ 1% ആണ് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള 10 yearsലെ റിസ്ക്. കാൽഷ്യം സ്കോർ 400 കൂടുതലുണ്ടെങ്കിൽ റിസ്ക് വളരെ ഹൈ ആണ്. അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ ആസ്പിരിനും കൊളസ്ട്രോളിനും മെഡിസിനും ഒക്കെ ചെയ്ത് ഈ കൊളസ്ട്രോൾ ലെവൽ വളരെ ലോ, ലെസ് ദാൻ 55 ആക്കി വെക്കണം എന്നാണ് അഡ്വൈസ് ചെയ്യാനുള്ളത്. എന്തുകൊണ്ട് നമ്മൾ ഈ ഹാർട്ടിനെ കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്യണം അല്ലേ? എല്ലാവരും സംസാരിക്കുന്ന ഹാർട്ടിനെ കുറിച്ചും കാർഡിയോവാസ്കുലർ ഡിസീസിനെ കുറിച്ചാണ്. അത് കാരണം നമ്മൾ ലോകത്തിലത്തെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ, WHO കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് ഏത് ഡിസീസിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ കാർഡിയോവാസ്കുലർ ഡിസീസ്. കാർഡിയോവാസ്കുലർ ഡിസീസ് എന്ന് പറയുന്നത് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽ റിലേറ്റഡ് ഡിസീസസ്, സ്ട്രോക്കും വരും അതിലാണ്. ഇപ്പോൾ ഡോക്ടർ അലി പറയുന്ന മാതിരി നമ്മൾ സ്ട്രോക്ക്, ബ്ലഡ് വെസൽസ് എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് എത്തിക്കുന്ന രക്തധമനികൾ, ഇതിനെല്ലാം എഫക്ട് ചെയ്യുന്ന, അപ്പോൾ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഇതെല്ലാം റിസ്ക് ഫാക്ടേഴ്സാണ്. സ്ട്രോക്ക് വരാം, കിഡ്നി ഫെയിലിയർ വരാം, ഹാർട്ട് ഫെയിലിയർ വരാം. സോ ഇതിൻ്റെ എല്ലാത്തിനുള്ള ഒരു കോമ്പിനേഷനാണ് കാർഡിയോവാസ്കുലർ ഡിസീസ്. അതാണ് വേൾഡ്സ് നമ്പർ 1 കില്ലർ. വേൾഡ് ആക്ച്വലി. അതുകൊണ്ടാണ് അഷ്റഫ് പറയുന്നൊരു പോയിന്റ്, എല്ലാ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും 5 പാരാമീറ്റേഴ്സ് അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ കൂടെ ഒപ്പം ഉണ്ടാകാനായിട്ട് അറിയേണ്ട 5 കാര്യങ്ങൾ. അച്ഛൻ്റെ എത്രയാണ് രക്തസമ്മർദ്ദത്തിൻ്റെ അളവ്, BP എത്ര, ഷുഗർ എത്ര, കൊളസ്ട്രോൾ എത്ര, അച്ഛൻ്റെ ക്രിയാറ്റിൻ എത്ര, അച്ഛൻ്റെ ബോഡി മാസ് ഇൻഡെക്സ് എത്ര, അതായത് വെയിറ്റ്. ഈ 5 പാരാമീറ്റേഴ്സ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടിയും അച്ഛനോടും അമ്മയോടും ചോദിച്ച് മനസ്സിലാക്കിയാൽ അവൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് കാലം അവനോടൊപ്പം ജീവിക്കാനുള്ള വഴി കണ്ടെത്തുന്നതിൻ്റെ ആദ്യത്തെ ചോദ്യം. അഷ്റഫ് പറയുന്നത് ഞങ്ങൾക്ക് പറയാനുള്ള ഈ 5 പോയിന്റ് എല്ലാ 10ാം ക്ലാസ്, ഈ ഫണ്ടമെന്റൽ റൈറ്റ് ടു നോ അബൌട്ട് 5 numbers, ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ക്രിയാറ്റിനിൻ, ബോഡി മാസ് ഇൻഡെക്സ്. ഈ 5 പോയിന്റ് ഇത് മാത്രം അറിഞ്ഞാൽ, ഇതിനെ നിയന്ത്രിച്ചാൽ, ഈ അലി അല്ലെങ്കിൽ ആശിഷ് പറഞ്ഞ നമ്മുടെ ഈ കാർഡിയോവാസ്കുലർ ഡിസീസ് ഇല്ലേ, മേജർ കില്ലർ, ആഫ്രിക്ക ഒഴിച്ച് ബാക്കി ലോകത്തുള്ള എല്ലാ കോണ്ടിനെന്റിലും നമ്പർ 1 കില്ലർ. ബേസിക്കലി നമ്മൾ 10ാം ക്ലാസ്സിന്റെ പ്രൊജക്ട് പറയാൻ കാരണം ഇത് ഡിവിഷൻ ഓഫ് പ്രിവെന്റീവ് കാർഡിയോളജി മൈ ഹാർട്ടിന്റെ ഒരു ഡിവിഷൻ ഉണ്ട്, പ്രിവെന്റീവ്. ബേസിക്കലി വി ആർ ഓൾ അഡ്വാൻസ് ട്രീറ്റ്മെന്റ്. പക്ഷെ 90% ആൾക്കാർക്കും ഇവിടത്തേക്ക് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ 6 മാസത്തെ പ്രൊജക്റ്റ് ആയിരുന്നു, നമ്മുടെ ഡോക്ടേഴ്സിന്റെ പ്രൊജക്റ്റ് ആയിരുന്നു. ഇറ്റ് ഹാസ് ടു ബി ഇംപ്ലിമെന്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഫസ്റ്റ്. ഇനീഷ്യലി ജില്ലയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത്, കാലിക്കറ്റ് ജില്ല ആൻഡ് കണ്ണൂർ ജില്ല ആൻഡ് മലപ്പുറം ജില്ല, ആ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് 10ാം ക്ലാസ് എന്ന് പറയുന്നത് അതൊരു മാജിക് നമ്പർ അല്ല. 10ാം ക്ലാസ് ഹിസ് ഏജ് ഓർ ഹെർ ഏജ് വിൽ ബി അറൌണ്ട് 15
അഡൽട്ട്ഹുഡിലേക്ക് കയറുന്ന ആദ്യത്തെ വരി. ഫെർട്ടിലിറ്റി റേറ്റ് നോക്കുകയാണെങ്കിൽ അമ്മയും അച്ഛനും ഒരു ബിറ്റ്വീൻ 45 and 55 അവിടെയാണ് നമ്മുടെ ഡിസീസ് ആക്സലറേറ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് ഒരു നോർമലിന് അബ്നോർമൽ വി ആർ സീയിങ് ഡിഫറെന്റ് ഡിസീസ് പെട്ടെന്ന് കാണുന്നത്. ഓൾ കാർഡിയോവാസ്കുലറിന്റെ ആ ബ്രണ്ട് ഓഫ് അറ്റാക്ക് വരുന്നത് ആ ബ്രണ്ട് ഓഫ് ഏജ് ഗ്രൂപ്പ് 45 to 50 years, ആ ഒരു പ്രൈം ടൈം. അപ്പോൾ അവരുടെ ഏർണിംഗ് മെമ്പർഷിപ്പിന്റെ ഏറ്റവും കൂടുതൽ വരുന്ന സമയത്ത് സഡൻ ഡിമൈസ് അല്ലെ സഡൻ കൊളാപ്സ് അല്ലെ സഡൻ എന്തെങ്കിലും സംഭവിക്കുന്നത് അത് താങ്ങാനാവില്ല. സോ ദെൻ വി മേഡ് ദാറ്റ് BCKSW, that means B for blood pressure, C for cholesterol, K for kidney, and S for the sugar, and W for the weight. So BCKSW is the My Heart preventive division. It is not mine, it's all people that we have a preventive team, and their childhood that we are discussing with the government official, and with that we have to implement each and every school, and it is the right of a kid, it is not right of മറ്റുള്ള അവന്റെ റൈറ്റ് ആണ്. കാരണം അവന്റെ എഡ്യൂക്കേഷൻ ഇഷ്യൂ ആണ്. ഇറ്റ്സ് എ ടേക്ക് ഓഫ് പീരീഡ് ഫ്രം 10th 16, 17 and the matriculation and the flight take off time ആണ് അവന്റെ ലൈഫിൽ ഏറ്റവും ഇനീഷ്യൽ 5 years. സോ പാരന്റിന്റെ ക്രീം ടൈം ആണ് ബിറ്റ്വീൻ 45-55 years. ആ കിഡിന്റെ ആണ് 15 to 20 years. ആൻഡ് ദിസ് ടൈം നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾക്ക് വി ക്യാൻ പ്രിവെന്റ് മോർ ദാൻ 70% ഓഫ് ഡിസീസ് ഇൻ അക്രോസ് കേരള. ആൻഡ് ദിസ് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ഫോർ ദ ഹോസ്പിറ്റൽ, ഇറ്റ് ഈസ് ഫോർ ദ കമ്മ്യൂണിറ്റി, ആൻഡ് ദിസ് ഈസ് ദ ചൈൽഡ് പ്രൊജക്ട് ഓഫ് മൈ ഹാർട്ട് ഡിവിഷൻ ഓഫ് പ്രിവെന്റീവ് കാർഡിയോളജി. സർ 45 to 50 years 55 years ഓക്കെ. ബട്ട് ഇപ്പം നമ്മൾ കാണുന്നത് ഒരു 20 years അല്ലെങ്കിൽ 20 to 30 ഇടയിൽ ഒരുപാട് പേര് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു. അങ്ങനത്തെ പല ന്യൂസുകളും നമ്മൾ കാണാറുണ്ട്. ഒരു 30 years ഉള്ള ആൾക്കാർ. അത് ആക്ച്വലി ഇപ്പം കൂടുതലാണോ അതോ പണ്ട് മുതലേ ഈ ഒരു ബേസിക്കലി ട്രാക്കിംഗ് ഓഫ് നമ്മുടെ ഡിസീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏർലി ഒരു നമ്മുടെ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഫുഡിന് മാത്രമല്ല, ഉള്ളൂ 30% മാത്രമേ അതുള്ളൂ. സോ ദർ ഈസ് എ എലമെന്റ് ജനറ്റിക് ബേസ് ഓൾസോ. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ ചേഞ്ച് ചെയ്തു. സോ ആക്ച്വലി വി ഹാഡ് ടു ട്രാക്ക്. ജയേഷ് പറഞ്ഞ പോലെ 20 years മുതൽ ട്രാക്കിംഗ് എന്നാണ്. ഈവൻ ചൈൽഡ്ഹുഡിൽ തന്നെ ബ്ലഡ് പ്രഷർ രോഗികൾ ഒരുപാടുണ്ട്. ചൈൽഡ്ഹുഡ് ഒബീസിറ്റി ഇസ് എ ഫാക്ടർ. അപ്പോൾ കണ്ടിന്യൂസ് പ്രോസസ് ഉണ്ട്, നമ്പർ ഓഫ് കൂടി. പിന്നെ നമ്മുടെ ഹാബിറ്റസ് ഇൻക്ലൂഡിങ് ഈവൻ നമ്മുടെ ബാഡ് ഹാബിറ്റ്സ് ലൈക്ക് സ്മോക്കിംഗ്. ഇപ്പൊ സ്മോക്കിങ്ങിന് പകരം മറ്റുള്ള ഹാബിറ്റ്സുകൾ ജനിതകമായ കാരണങ്ങളാൽ ഹൃദയാഘാതം വരുന്നതിന്റെ അളവ് 20 വയസ്സിന് മുകളിലുള്ളത് കൊണ്ട് ഈവൻ സ്കൂൾ ഏജ് കഴിയുമ്പോൾ തന്നെ കുട്ടിയുടെ കൊളസ്ട്രോളും ബാക്കിയെല്ലാം ചെക്ക് ചെയ്യുന്നത് അത്യാവശ്യമാണ്. നമ്പർ 2, പഞ്ചാബ് പോലത്തെ സംസ്ഥാനങ്ങളിൽ ഒരുപാട് അഡിക്ഷൻ വരുന്നത് കൊണ്ട് ഡ്രഗ്സിന്റെ ഇഫക്റ്റ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അലി സാർ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി എത്രത്തോളം മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞാൽ പോലും ഇപ്പം ജിമ്മിൽ പോകുന്നവർ അല്ലെങ്കിൽ ഫിറ്റ്നസ് ഫ്രീക്ക് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ കുഴഞ്ഞു വീണിട്ട് ജിമ്മിലൊക്കെ മരണപ്പെടുന്ന വാർത്തകൾ നമ്മൾ ദിവസം കാണുന്നുണ്ട്. ശരിക്കും അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇതിൽ 2-3 പോയിന്റ് ഞാൻ എപ്പോഴും പറയണമെന്ന് വിചാരിച്ചാണ്. ഒന്ന്, ദർ ഇസ് സംതിങ് കോൾഡ് as physical fitness, physical activity and exercise. These are all 3 different things. ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് പറഞ്ഞാൽ ദർ ആർ ഡെഫിനീഷൻ, WHO ഡെഫിനീഷൻ ഉണ്ട്. അതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്, അയാളുടെ മൊബിലിറ്റി, അയാളുടെ ബാലൻസ്, അയാളുടെ മെന്റൽ സ്റ്റേറ്റ് എല്ലാം പെട്ടിട്ടാണ് വരുന്നത്. മസിൽ സ്ട്രെങ്ത് എല്ലാം. ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നടക്കുന്നു, നിങ്ങൾ കുളിക്കുന്നു, നിങ്ങൾ എനി കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ഫിസിക്കൽ ആക്ടിവിറ്റി. ദെൻ കംസ് എക്സസൈസ്. എക്സസൈസിന്റെ ഡെഫിനീഷൻ എന്ന് പറഞ്ഞാൽ പർപ്പസ്ഫുൾ റിപ്പീറ്റേറ്റീവ് ഗോൾ ബേസ്ഡ് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് എക്സസൈസ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദീസ് ആർ ഡെഫിനീഷൻസ് ആണ്, WHO ഡെഫിനീഷൻസ്. അപ്പോൾ എക്സസൈസ് എത്ര വേണം എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി ഇപ്പം ഇടക്കിടക്ക് കാണാം, എസ്പെഷ്യലി കുറെ സെലിബ്രിറ്റീസ് ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുന്നു, മരിക്കുന്നു, സഡൻ കഴിഞ്ഞ് പെട്ടെന്ന് റൂമിൽ വന്ന് കൊലാപ്സ് ചെയ്യുന്നു. ദർ ഹാവ് ബീൻ സെലിബ്രിറ്റീസ് ഇപ്പൊ അടുത്തുണ്ടായിരുന്ന ഒരു ഷൂട്ടിങ്ങിന് പോയി വന്നു കഴിഞ്ഞ് മരിച്ചു. കർണാടകയിൽ ഉണ്ടായിരുന്ന ഒരു വെരി ഫേമസ് ആക്ടർ ഇതേമാതിരി ജിമ്മിൽ പോയി കൊലാപ്സ് ചെയ്തു. അപ്പൊ ഇതിന്റെയൊക്കെ പ്രോബ്ലം എന്താ പറഞ്ഞാൽ, ഒന്നിപ്പം ഇവരെല്ലാം പറഞ്ഞ മാതിരി ഒരു 30 years കഴിഞ്ഞാൽ ഒരു കോമൺലി യൂസ്ഡ് ടെർമിനോളജി കാർഡിയോ, എല്ലാവരും ഒരു കാർഡിയോ ചെയ്യണം. വാട്ട് ഇസ് കാർഡിയോ എന്ന് പറഞ്ഞാൽ അനദർ കൺഫ്യൂഷൻ ആണ്. എക്സസൈസ് ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സസൈസസ്, എറോബിക്, അനറോബിക്, ഐസോട്ടോണിക്, ഐസോമെട്രിക് എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം എക്സസൈസിനൊക്കെ പ്രിസ്ക്രൈബ്ഡ് നോംസ് ഉണ്ട്. പിന്നെ എക്സസൈസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ ബേസിക്കലി ഒരു ബേസിക് ചെക്കപ്പെങ്കിലും വേണം. ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ബേസിക് ECG, കൊളസ്ട്രോൾ ലെവൽസ്,
35 മേലെയാണെങ്കിൽ ഇറ്റ് ഇസ് ബെറ്റർ ടു ഡു എ ട്രെഡ്മിൽ എക്സസൈസ് ചെയ്ത് ഒരു ഫിറ്റ്നസ് ഒരു ഫിസിഷ്യനെ കാണിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ എക്സസൈസിന്റെ റെക്കമെൻഡേഷൻ എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ആർ നോംസ് ഉണ്ടല്ലോ. AHA എന്ന് പറഞ്ഞ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ. അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ മിനിമം ഒരാൾക്ക് വേണ്ട എത്രയെന്ന് പറഞ്ഞാൽ ഒരു 150 മിനിറ്റ്സ് പെർ വീക്കേ വേണ്ടുള്ളൂ, മാക്സിമം 300 മിനിറ്റ്സ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡെയിലി 150 മിനിറ്റ്സ് പറഞ്ഞാൽ ഹാർഡ്ലി 30 മിനിറ്റ്സ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, ആറോബിക് പ്രിഫറബിളി ഓർ ഐസോട്ടോണിക് മൂവ്മെന്റൽ എക്സസൈസ്. അതിന് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട, ആളെ ഏജ് വെച്ചിട്ട് എക്സസൈസ് വെച്ചിട്ടെല്ലാം റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ആ പീക്ക് ഹാർട്ട് റേറ്റിന്റെ 70% അച്ചീവ് ചെയ്യുന്ന എക്സസൈസ് ചെയ്താൽ മതി. അവർ മാക്സിമം ഒരാൾ ചെയ്യേണ്ട എത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 300 മിനിറ്റ്സ്, ഒരു ആവറേജ് 150 മിനിറ്റ്. അപ്പം അതിന്റെ കൂടെ കുറച്ചൊരു മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ 40 എല്ലാം കഴിഞ്ഞാൽ മസിൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും. അപ്പോൾ വൈ സഡൻ ഡെത്ത് ഇങ്ങനത്തെ ആൾക്കാർക്ക്? അപ്പം നോർമലി ഈ ഇങ്ങനെ ഇത് സംഭവിക്കുന്ന ആൾക്കാർക്ക് അണ്ടർലൈൻ കാർഡിയക് ഡിസീസ് ഉണ്ടായിട്ടുണ്ടാവാം, കൊറോണറി ആർട്ടറി ഡിസീസ് ബ്ലോക്സ് ഉണ്ടാവാം, മൈനർ ബ്ലോക്സ് വിച്ച് വാസ് നോട്ട് ഡിറ്റക്റ്റഡ്. ആൻഡ് ദർ ആർ 1% ആൾക്കാർക്ക് ദർ സംതിങ് കോൾഡ് മസിൽ ഡിസീസ്, കാർഡിയോമയോപ്പതീസ് എന്ന് പറയും, അതിനെ കൊണ്ടാവാം, അതും ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ പൾസ് തെറ്റിയടിക്കുമെന്ന് പറയും, വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ ഫിബ്രിലേഷൻ, അതും ഇതെല്ലാം അൺഡിറ്റക്റ്റഡ് ആയിട്ട് പോകുന്നതാണ്. പിന്നെ ജന്മനാ വരുന്ന കൊറോണറിയിൽ വരുന്ന പ്രോബ്ലംസ് ഉണ്ടാവും. ഇതിനെ കൊണ്ടാണ് അധികം അങ്ങനത്തെ ആൾക്കാർക്ക് വരുന്നത്. പിന്നെ അൺഡ്യൂ എക്സസൈസ് പറഞ്ഞിട്ട് പോയിട്ട് ഓവറായിട്ട് എക്സസൈസ് ചെയ്ത് മസിൽ ബിൽഡിംഗ് എല്ലാം ചെയ്യുമ്പോഴാണ് അതിന്റെ കൂടെ സപ്ലിമെന്റ്സും ഇതൊക്കെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. സാർ, നമ്മൾ ഈ ലൈഫ് സ്റ്റൈലിന് പുറമെ ജെനറ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത്? അല്ല. ജനറ്റിക്കലി ഒരു ഫാമിലിയിൽ സഡൻ കാർഡിയക് ഡെത്ത് ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയല് കാർഡിയക് ടേമിൽ SCD എന്ന് പറയും. അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉള്ള ആളാണെങ്കിൽ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ, ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു കൊണ്ട് മരിച്ചിട്ടുള്ള ഒരു ഫാമിലി ആണെങ്കിൽ ഇങ്ങനത്തെ ആക്ടിവിറ്റിക്ക് പോകുമ്പോൾ ഡെഫിനറ്റ്ലി ചെക്കപ്പ് ചെയ്തിട്ട് പോകണം. ദാറ്റ് ഇസ് വാട്ട് വി റെക്കമെൻഡ്. അതുപോലെ തന്നെ നമ്മൾ കേൾക്കാറുള്ളതാണ്, ഫിസിക്കലി ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ആളാണ്, നല്ല ലൈഫ് സ്റ്റൈലാണ്, ഡയറ്റ് ലുക്സ് ഹെൽത്തി ബട്ട് ഒരു ദുശീലങ്ങളും ഇല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ പെട്ടെന്ന് മരിക്കുമ്പം പലരും ഡൗട്ട്ഫുൾ ആവാറുണ്ട്. അതാണ് ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. അണ്ടർലൈൻ ഡിസീസ് ഉണ്ടോ എന്നുള്ള അറിയില്ലല്ലോ, ചെക്കപ്പ് ചെയ്തിട്ടില്ല. പിന്നെ ചെക്കപ്പും വാമപ്പും ഒന്നും ഇല്ലാണ്ട് ഒരു എക്സസൈസ് ചെയ്യുമ്പോഴേ any exercise without warm up is dangerous. There should be a warm up for any exercise activity ക്ക് പോവാണ്. അതായത് ഞാനിപ്പോ നാളെ രാവിലെ ശബരിമല പോയി, കരിമല കയറുമ്പോൾ ഞാൻ 10 പ്രാവശ്യം ഇരിക്കും. പക്ഷെ ഞാൻ റെഗുലർ ആയിട്ട് അരമണിക്കൂർ എക്സസൈസ് അല്ലെങ്കിൽ നടന്നിട്ടാണ് പോയി കഴിഞ്ഞാൽ I will be able to walk. അത്രേ ഉള്ളൂ. That is called fitness. അപ്പം നമ്മളത് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു 30 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സ് പണ്ടാണെങ്കിൽ കുട്ടികൾ കളിക്കരുത്. ഇപ്പോ അതെ, കളിക്കുന്നത് മൊബൈലാണ്. സോ ഫിസിക്കൽ ആക്ടിവിറ്റി ആ സമയത്ത് കുറവാണ്. 25 വയസ്സാകുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര കാർഡിയോ ചെയ്യണം, ഡോക്ടർ അലി പറഞ്ഞ മാതിരി കാർഡിയോ ചെയ്യണം, ഭയങ്കര ഫിസിക്കലി ഫിറ്റ് ആവണം എന്ന് വിചാരിച്ച് ഷോർട്ട് ടേം ഗോൾസ് ആണ്. ഈ ഫിറ്റ്നസ് സെന്റേഴ്സിൽ പോകുന്നു, അവിടെ പെട്ടെന്ന് നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആവാൻ ശ്രമിക്കുന്നു. ആ ട്രഡീഷനില്ല. കാലങ്ങളായിട്ട് നമ്മൾ ആക്റ്റീവായി ഇരുന്നവരല്ല അധികം പേരും ഈ പെട്ടെന്ന് ഫിസിക്കൽ ഫിറ്റ്നസ്സിലോട്ട് ശ്രമിക്കുന്നവർ. അപ്പോഴാണ് അതിന്റെ ആ ഡേഞ്ചറസ് എഫക്ട്സ് വരുന്നത്. ബിൽഡിംഗ് കൂടെ ഉണ്ടല്ലോ. അപ്പൊ യങ്സ്റ്റേഴ്സിന് മോർ ദാൻ ദ ഫിറ്റ്നസ് ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് ഫിറ്റ്നസ്, ഇറ്റ് ഇസ് ദ ഔട്ട്വേർഡ്. ആക്ച്വലി ഒരു സെലിബ്രിറ്റി ആകാനുള്ള ഒരു ഇന്നർ ഫീലിംഗ് ആണ് നമ്മൾ ഇങ്ങനെ ലുക്കിംഗ് ഗുഡ് നോ മസിൽ ബിൽഡിംഗ് ആണ് മോർ ഇമ്പോർട്ടന്റ്. ഇപ്പൊ എൻഡ്യൂറൻസ്, ഇപ്പൊ നമ്മള് ആഫ്രിക്കൻ അത്ലീറ്റ്സ്, കീനിയൻ അത്ലീറ്റ്സ് ആരും ഒരുപാട് മസിൽ മാസ് ഉള്ളവരല്ല. പക്ഷെ ആ ട്രെയിനിങ് കാരണം എൻഡ്യൂറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ് പറ്റുന്നത്. അവരാണ് ലീഡേഴ്സ് ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ്ങിൽ. കണ്ടു കഴിഞ്ഞാൽ എല്ലാം വളരെ തിന്നായിട്ടുള്ള. ഇതുപോലെ തന്നെ സ്ട്രെസ് ഒരു റീസൺ അല്ലേ ഈ ഹാർട്ട് ഡിസീസസ് വരാനല്ലേ, ഹാർട്ട് അറ്റാക്സ് വരാൻ? ഉറപ്പായിട്ടും അത് നമ്മൾ അറിയാതെ പോകുന്ന ഒരു മേജർ റിസ്ക് ഫാക്ടറാണ് സ്ട്രെസ്, മെന്റൽ സ്ട്രെസ്. ഇന്നത്തെ കാലത്ത് സ്ട്രെസ് ഒരുപാട് കൂടുതലാണ് എന്നാണ് പഠനങ്ങളും നമ്മുടെ സൈക്കാട്രി ഫ്രണ്ട്സും ഒക്കെ പറയുന്നത്. അത് പണ്ട് നമുക്ക് ഈ സ്ട്രെസ്സൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒന്ന് ഫാമിലിയിൽ, 2 ഫ്രണ്ട്സിൻ്റെ കൂടെ. ഇന്ന് നമ്മുടെ ജീവിത രീതികളിൽ ഒരുപാട് മാറ്റം വന്നു. എല്ലാവരും കുറച്ചും കൂടി ഉൾവലിഞ്ഞ് ഉള്ള ഒരവസ്ഥ, വിഡ്രോൺ ആയിട്ട്. സോഷ്യലൈസിങ് ഈസ് ഓൺലി ത്രൂ മൊബൈൽ. നേരിട്ടുള്ള സംസാരമില്ല.
അപ്പോൾ ആ ഉൾവലിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങളെല്ലാം സ്വയം അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളുണ്ട്. ആൻഡ് പിയർ പ്രഷർ, നമ്മുടെ കൂടെയുള്ള ഒരാൾ ഇങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ലെവൽ ഓഫ് അച്ചീവ്മെന്റ് എത്താൻ വേണ്ടിയിട്ടുള്ള സ്ട്രെസ്, ഇതെല്ലാം നമ്മളെ ഒരുപാട് എഫക്റ്റ് ചെയ്യും. എളുപ്പ വഴി എന്ന് വിചാരിച്ച് അവർ എത്തിപ്പെടുന്ന എവിടെയാണ്? ഈ ഡ്രഗ്സും ഹെവി സ്ട്രെസ്സിലാണ്. അതിൽ നിന്ന് മറികടക്കാൻ വീണ്ടും ബുദ്ധിമുട്ടായി വരികയാണ്. ഈ സ്ട്രെസ് എങ്ങനെയാണ് ഈ കാർഡിയക്കിന് എഫക്ട് ചെയ്യുന്നത്? ഒന്ന്, നമ്മുടെ ഹോർമോൺസിന്റെ, അതായത് അഡ്രിനലിൻ അങ്ങനെയുള്ള ഹോർമോൺസിന്റെ ലെവൽസിൽ വ്യത്യാസം വരുന്നു. സ്ട്രെസ് ബ്ലഡ് പ്രഷർ കൂട്ടുന്നു, ഷുഗർ ലെവൽസ് കൂട്ടുന്നു, ഉറക്കമില്ലായ്മ. സ്ലീപ്പ് പാറ്റേൺസ് ഹെൽത്തിൽ എങ്ങനെയാ സാർ അതിന്റെ ഒരു ഇൻവോൾവ്മെന്റ്? അതായത് നമ്മൾക്കിപ്പോ എല്ലാ ഓർഗൻസിനും നമ്മുടെ പ്രകൃതി നോക്കിയാൽ തന്നെ എങ്ങനെയുള്ളത്, ആക്റ്റീവായിട്ടൊരു ഫേസ് ഉണ്ട്, പിന്നെ റെസ്റ്റ് എടുക്കുന്ന ഒരു ഫേസ് ഉണ്ട്. നമ്മുടെ എല്ലാ സെൽസിനും അതുമാതിരി ഒരു കുറച്ചുകൂടി ആക്ടിവിറ്റി കൂടുതലുള്ള ഫേസും ആക്ടിവിറ്റി കുറഞ്ഞൊരു ഫേസും ഉണ്ട്. എന്നാലേ നമുക്ക് ഒരു നോർമൽ ഒരു ബാലൻസ് കണ്ടെത്താൻ പറ്റുള്ളൂ. അതില്ലാതെ വരുമ്പോൾ ഈ ബാലൻസ് പോവുകയാണ്. ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ആശിഷ് പറഞ്ഞ സ്ട്രെസ്, ഈ സ്ട്രെസ് ഉണ്ടല്ലോ, ശരിക്കുള്ള ഒരു അക്യൂട്ട് സ്ട്രെസ് ഒക്കെ വന്നാൽ ഈവൻ ഇറ്റ് ക്യാൻ ഡെവലപ്പ് ടു എ ഹാർട്ട് അറ്റാക്ക്. അതൊന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നു. ചിലപ്പം വല്ലാത്തൊരു ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻ വന്നു ഫേസ് ചെയ്യാൻ പറ്റാത്ത ആ ടൈമിൽ ഈ പറഞ്ഞ കൊളസ്ട്രോൾ പ്ലാക്ക് ഉണ്ടല്ലോ, ഡെപ്പോസിഷൻ, അത് പൊട്ടിയിട്ട് എത്രയോ സിറ്റുവേഷൻ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതാണ് സാർ ഈ പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ? അല്ല, പാനിക് അറ്റാക്ക് വേറെ. ഇത് ഈ കൊളസ്ട്രോളിന്റെ ബ്ലോക്ക് പൊട്ടിപ്പോകും പെട്ടെന്ന്. ഈ 50-60% പൊട്ടി സഡൻ ക്ലോട്ട് ചെയ്ത് ഈവൻ ഡെത്ത് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ദെൻ ദേ കം വിത്ത് എ ഹാർട്ട് അറ്റാക്ക്. അക്യൂട്ട് സ്ട്രെസ് ക്യാൻ ഈവൻ precipitate acute myocardial infarction. I think that is very important. അത് 10-നും 20-ഉം വയസ്സിന് ഇടയിൽ തന്നെയാണ് ഈ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 10% അല്ലെങ്കിൽ 20% ഉള്ള ബ്ലോക്കുകൾ ഉണ്ടായേക്കാം. പെട്ടെന്ന് ജിമ്മിൽ പോയി നമ്മൾ ഒരുപാട് ആക്റ്റീവായിട്ടുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ ഇത് പൊട്ടുകയാണ്. അങ്ങനെയാണ് ജിമ്മിലൊക്കെ പ്ലാക്കിനെ പൊട്ടിക്കുന്നത്. ഹെവി എക്സസൈസ് അൺഡ്യൂ വിത്തൗട്ട് എനി ഒരു വാമപ്പ് ഇല്ലാതെ. നമ്പർ 2, ഹെവി സ്ട്രെസ്, അതും പ്ലാക്കിനെ പൊട്ടിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പാനിക് അറ്റാക്സ് ഉണ്ട്. പിന്നെ പലരും ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ തന്നെ അത് എസിഡിറ്റി ആണെന്ന് തെറ്റിദ്ധരിച്ച് പോകുന്ന പല സിറ്റുവേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ശരിക്കും എന്താണ് ഒരു ഫസ്റ്റ് വാർണിംഗ് സൈൻ ഒരു ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ളത്? അത് നെഞ്ചുവേദനയാണ് കോമണസ്റ്റ് സിംറ്റം. ഇപ്പോൾ എല്ലാ നെഞ്ചുവേദനയും ഹാർട്ട് അറ്റാക്ക് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ പല അസുഖങ്ങളുടെ ഭാഗമായിട്ട് ഒരാൾക്ക് പനി വരും. അതിൻ്റെ അർത്ഥം ഒരു സ്പെസിഫിക് ഡിസീസിൻ്റെ പാർട്ടാണ് ഈ പനി എന്നല്ല. അപ്പം നെഞ്ചുവേദന കോമൺ ആയിട്ട് വരുന്ന ഒരു സിംറ്റമാണ്. അത് അവരുടെ പ്രീ ടെസ്റ്റ് പ്രോബബിലിറ്റി അനുസരിച്ചിട്ട്, അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 10 വയസ്സുള്ളൊരു കുട്ടി നെഞ്ചുവേദന എന്ന് പറയുന്നു, നമ്മൾ അതിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസും 50 വയസ്സുള്ള ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് പറയുന്ന നെഞ്ചുവേദനയ്ക്കും കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഡിഫറെൻ്റ് ആണ്. എന്താ കാരണം? 50 വയസ്സുള്ള ആളുടെ നെഞ്ചുവേദന കുറച്ചും കൂടിയും ഹാർട്ട് ഡിസീസ് റിലേറ്റഡ് ആവാനുള്ള സാധ്യത ഓർ പ്രോബബിലിറ്റി കൂടുതലാണ്. ഇതെല്ലാം പ്രോബബിലിറ്റി ബേസ്ഡ് ആണ്. ആശിഷ്, ഈ നെഞ്ചു വേദന എന്ന് പറഞ്ഞ് വേദനയായിട്ട് തന്നെ വരുമോ? അത് നമ്മൾ ഒരു മറ്റുള്ള വേദനകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ഹാർട്ടിൻ്റെ. നമ്മൾ വേദന അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ എന്ന് പറഞ്ഞാലും ഒരു ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ അസ്വസ്ഥതയാണ് ശരിയായിട്ടുള്ള സിംറ്റം. അപ്പോൾ അല്ലെങ്കിൽ കഴപ്പ് എന്ന് പറയും. അത് പല രീതിയിൽ ആൾക്കാർ ഭാരം, നെഞ്ചിൽ ഭാരം വെച്ചാൽ മതി. അത് ഇപ്പം എന്തുകൊണ്ടാന്ന് വെച്ചാൽ എവിടെയാണെന്ന് ഒരു വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത ഒരു ഡിസ്കംഫർട്ട്, അതാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ ഫസ്റ്റ് സിംറ്റം ഓർ ദ കോമണസ്റ്റ് സിംറ്റം. എന്നാൽ 1% ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉള്ളവർ, ഓൾഡ് ഏജ് ആയിട്ടുള്ളവർക്ക്, ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്കൊക്കെ ചില ശതമാനം ആൾക്കാർക്ക് നെഞ്ചുവേദന ഇല്ലാതെ ഹാർട്ട് അറ്റാക്ക് വരും. സൈലന്റ് അറ്റാക്ക്. അത് സൈലന്റ് പറഞ്ഞാൽ ചിലപ്പോൾ തീരെ ഒരു സിംറ്റം ഇല്ലാതെയും വരാം. ചിലവർക്ക് വ്യത്യസ്തമായിട്ടുള്ള സിംറ്റംസ്, നേരത്തെ ചേതന ചോദിച്ച മാതിരി അസിഡിറ്റി അല്ലെങ്കിൽ വയറ് വീർത്തിരിക്കുന്ന ഒരു അവസ്ഥ, നമ്മൾ ഒരു ബ്ലോട്ടിംഗ് എന്നൊക്കെ പറയുന്നത്. ചിലവർക്ക് അസാധാരണമായിട്ടുള്ള വിയർപ്പ് അല്ലെങ്കിൽ അസാധാരണമായിട്ട് ഉള്ള ക്ഷീണം. ഇതെല്ലാം ഹാർട്ട് അറ്റാക്കിൻ്റെ സിംറ്റംസ് ആയേക്കാം. അതിൻ്റെ അർത്ഥം ഇതെല്ലാം ഹാർട്ട് അറ്റാക്ക് ആണ് എന്നല്ല. ഓക്കെ, നമ്മൾ ഈ വിശന്നിരിക്കുമ്പോഴേ അസിഡിറ്റി വരുമ്പോഴേ ആഹാരം കൊണ്ട് മാറുന്ന അസിഡിറ്റി യൂഷ്വലി ഒരു GERD സിംറ്റം ആയിരിക്കും.
ഗ്യാസ്ട്രോ സംബന്ധമായി. പക്ഷെ ആഹാരം കഴിക്കുമ്പം ബുദ്ധിമുട്ട് കൂടുന്നു എന്നുണ്ടെങ്കിൽ അത് ഹൃദയ സംബന്ധമായ രോഗത്തിൻ്റെ സൂചനയായിരിക്കാം. ഒരു പോയിന്റും കൂടെ, ഈ രാത്രി കാലത്തുണ്ടല്ലോ, രാത്രി അധികം ആൾക്കാർ 2 മണി 3 മണിക്ക് എണീറ്റുണ്ട് ഗ്യാസ് എന്ന് പറയുമല്ലോ. സാധാരണ അത് വരേണ്ട ആവശ്യമില്ല ഉണ്ടല്ലോ. അത് രാത്രി ഗ്യാസ് മാതിരി ഉണ്ടെങ്കിൽ ഗ്യാസിന്റെ സിംറ്റം ഒരു അരമണിക്കൂറിലധികം നിൽക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ബെറ്റർ ടു ഗോ ടു ഹോസ്പിറ്റൽ ആൻഡ് അറ്റ്ലീസ്റ്റ് ടേക്ക് എൻ ECG. അതിന്റെ കൂടെ ഒരു ട്രോപ്പോണിൻ ടെസ്റ്റ് ഉണ്ട്. ആൻഡ് അത് എടുത്താൽ മാത്രം പോരാ, അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ, അത് നോക്കാനുള്ള ഡോക്ടേഴ്സ് അവിടെ വേണം. ബിക്കോസ് എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ ECG എടുക്കും, ട്രോപ്പണിൻ ചെയ്യും, കാലത്തായിരിക്കും ആരും വന്ന് കാണുന്നത്. ചൂടുവെള്ളം കുടിച്ച് മാറും പറയും. അല്ലെ ചിലപ്പം പിന്നെ വേറൊന്നൊരു പോയിന്റ് കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അധികം ഹോസ്പിറ്റലിൽ പോയാലും ECG റിപ്പീറ്റ് ചെയ്യാൻ പറയും. അപ്പൊ അത് രണ്ടാമത് ECG ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ബിക്കോസ് ആദ്യത്തെ ECGയിൽ ചിലപ്പോൾ പെർഫെക്റ്റ്ലി നോർമൽ ആവാം. ആൻഡ് ചേഞ്ച് വരണമെങ്കിൽ 2, 3, 4 മണിക്കൂർ എടുക്കും. അതിനാണ് ഡോക്ടേഴ്സ് പറയുന്നതും ഒരു ട്രോപ്പോണിൻ ടെസ്റ്റ് 2, 3 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും സേഫ്റ്റി. അതും കൂടെ ഒന്നൊരു അതും നമ്മൾ ഈ അത് വേണമെങ്കിൽ രാത്രിയിലെ സിംറ്റംസ് നെവർ ബി ഇഗ്നോർഡ്. ഏറ്റവും കൂടുതൽ ഇഗ്നോർ ചെയ്യപ്പെടുന്ന സിംറ്റംസ് രാത്രിയിലുള്ളതാണ്. അവിടെ എന്ത് പറ്റും, മക്കളെ വിളിക്കാനോ ഭാര്യയെ വിളിക്കാനോ സഹോദരങ്ങൾ വിളിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇവരെന്തു ചെയ്യുന്നു വെച്ചാൽ ചൂടുവെള്ളം എടുക്കും. ഭാര്യയും ഭർത്താവോട് തന്നെ പ്രിപ്പയർ ചെയ്ത് ചൂടുവെള്ളം കുടിച്ചു, അത് കഴിഞ്ഞ് മാറി രാവിലെ കൊളാപ്സ് ചെയ്ത് കിടക്കുന്നതാണ്. ഇത് ഒഴിവായിട്ടുണ്ട്. പുലർച്ചെ കാലത്ത് മരണങ്ങൾ സംഭവിക്കുന്നത് കറക്റ്റ്. പുലർച്ചയിലുള്ള രോഗലക്ഷണങ്ങൾ 2 മണിക്ക് ശേഷമുള്ളത് ഹൃദയരോഗ സംബന്ധമായ ലക്ഷണങ്ങളാകാം. സോ ഗൈസ്, നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിച്ച ക്വസ്റ്റിന്റെ ഒരു 10% പോലും നമുക്ക് ചോദിക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. കാരണം ഇവരൊക്കെ അത്രയും നമുക്കറിയാലോ, അത്രയും തിരക്കുള്ള ആളുകളാണ്. സോ അവസാനത്തെ ഈ ഒരു ക്വസ്റ്റിലൂടെ നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് വൈൻഡപ്പ് ചെയ്യാണ്. അലി സർ, അടുത്തൊരു 10 വർഷത്തെ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡെക്കേഡിൽ ഇന്ത്യയിൽ ഈ ഒരു കാർഡിയക് കെയറിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ മൈഹാർട്ടിന്റെ ഒരു 10 വർഷത്തെ വിഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചത്. 10 വർഷത്തിൽ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത്, അതെ, ഇന്ത്യയിൽ ഒന്ന് ഐ തിങ്ക് പ്രിഡോമിനന്റ്ലി ഈ ദ ഫണ്ടമെന്റൽ കെയർ ഉണ്ടല്ലോ, ഡോക്ടർ ബേസ്ഡ് കെയർ എന്നായിരിക്കും ഉണ്ടാവുന്നത്. പക്ഷെ എല്ലാം ഈ സർജിക്കൽ കെയർ കുറഞ്ഞു വരാനുള്ള നല്ല സാധ്യത ഉണ്ട്. അതിവിടെ സൂചിപ്പിച്ചിട്ടില്ല. ഇപ്പൊ വാൾ റീപ്ലേസ്മെന്റ് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, വാൾ റീപ്ലേസ്മെന്റ് മാത്രമായിരുന്നു ഇതുവരെ ഇപ്പം സർജൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ഇപ്പം കീ ഹോൾ ഓർ ഇറ്റ് ഈസ് ബീങ് ഡൺ ബൈ കാർഡിയോളജിസ്റ്റ്. ഒരു അയോട്ടിക് വാൾസ് സർജറിക്ക് പകരം ഇപ്പം ചെയ്യുന്ന എന്താ പറയുന്നത്, ടാവർ എന്ന് പറയും. അതാണ് ഇദ്ദേഹം ചെയ്യുന്ന ഏറ്റവും അധികം കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാലിൽ കൂടെ പോയിട്ട് വാൾ വിടുക. പിന്നെ മൈട്രൽ വാൾ, ഇറ്റ് ഇസ് കോൾഡ് TMVR. പിന്നെ രക്തധമനികളിലുള്ള വികസിച്ചിട്ടുള്ള അന്യൂറിസംസ്, അതും സർജറി ആയിരുന്നു. അത് സ്റ്റെൻ ഗ്രാഫ്റ്റ്, അത് ഫെനിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള സർജറികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരുവിധം കാര്യങ്ങളെല്ലാം നോൺ സർജിക്കൽ ആയിട്ടായിരിക്കും കാർഡിയക് ട്രീറ്റ്മെന്റ് പോയിക്കൊണ്ടിരിക്കുക. ഇതിലിപ്പോൾ എല്ലാവരും പറയുന്ന AI എന്നെല്ലാം പറഞ്ഞിപ്പോൾ പറയുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഉണ്ടല്ലോ. ബട്ട് അതിലൊക്കെ എന്ത് പറഞ്ഞാലും ഈ മനുഷ്യന്റെ സ്കില്ലുണ്ടല്ലോ, അല്ലേ, ഹ്യൂമൻ സ്കില്ല് വേണമല്ലോ. ഹാൻഡ് സ്കിൽ ഇസ് ഇമ്പോർട്ടൻറ്റ് ഇതിലൊക്കെ. ഇപ്പൊ AI വരികയാണെങ്കിൽ തന്നെ അതിലിപ്പോ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റിലുണ്ടല്ലോ, ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവാന്നെല്ലാം പറഞ്ഞു വന്നേക്കാം. ഹ്യൂജ് ഹൈപ്പ് അബൌട്ട് AI. ദാറ്റ് ഇസ് റിഗാർഡിങ് വാട്ട് വി ഫോർസീ ഇൻ ദ നെക്സ്റ്റ് മേ ബി. പിന്നെ ഈ ഇമേജിങ് ഉണ്ടല്ലോ, ഇപ്പൊ പണ്ടിപ്പം ചെയ്തിരിക്കുന്ന കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറഞ്ഞതിന് സപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് IVAS എന്ന് പറയും, ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട്. OCT എന്ന് പറഞ്ഞാൽ ഓപ്റ്റിക്കൽ കോഹറൻസ് ടോമോഗ്രാം, അത് ഉള്ളിൽ പോയിട്ട് കാണുന്നത്. ഇപ്പൊ ഇമേജിങ് ടെക്നോളജി വി ഫീൽ ദറ്റ് ഇറ്റ് മൈറ്റ് ബിക്കം മച്ച് ബെറ്റർ കാണാൻ. CT വന്നിരുന്നു പണ്ട്, CT ആൻജിയോഗ്രാം, ബട്ട് ഇറ്റ് ഇസ് സ്റ്റിൽ നോട്ട് ഫുള്ളി അപ്രൂവ്ഡ് ഓർ അക്സെപ്റ്റഡ്. ആസ് ഫാർ ആസ് മൈ ഹാർട്ട് ഇസ് കൺസേൺ, മൈ ഹാർട്ടിൻ്റെ ഒരു ഡ്രീമാണ് ദറ്റ് കേരളത്തിലൊരു എപെക്സ് സെൻറ്റർ ഇവിടെ കോഴിക്കോട് തുടങ്ങാമെന്നുള്ളതും. അത് കഴിഞ്ഞിട്ട് ഇഫ് തിങ്സ് ഗോ വെൽ, വെദർ ദ സെയിം തിങ് ക്യാൻ ബി റെപ്ലിക്കേറ്റഡ് ഇൻ ദ മേജർ സിറ്റീസ് ഇൻ കേരള ആൻഡ് മേ ബി ഔട്ട്സൈഡ് ഓഫ് കേരള. ദറ്റ് ഈസ് അവർ വിഷ് ആൻഡ് അവർ ഡ്രീം. Okay. Thank you so much, sir, for your time. Thank you. Thank you.